ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജിയുടെ മറ്റൊരു അധ്യായം ഇന്ന് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ എക്സ്പീരിയൻസിൽ വളരെ കൃത്യമായിട്ട് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്, സുദീപ് ചെറിയാൻ സാർ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിനെ കുറിച്ച് വളരെ ഗ്രാഹ്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റും. അതല്ലാതെ തന്നെ ബിസിനസ് സ്ട്രാറ്റജിയിൽ ബ്രാൻഡിങ്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി കൈകാര്യം ചെയ്തിരുന്നു. ഒരു ബിസിനസിന്റെ എല്ലാ സ്ട്രാറ്റജികളും, എല്ലാ വശങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് പൊതുജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കൃത്യമായ ക്ലാസ്സുകളാണ് സുദീപ് ചെറിയാൻ സാറുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ കോട്ടയം സ്വദേശിയാണ്. കോട്ടയത്ത് CMS കോളേജിൽ പ്ലേസ്മെന്റ് ഓഫീസറാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്, IAM അലുമിനസ് ആണ്. അങ്ങനെ പല രീതിയിൽ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പല നിലകളിൽ വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾ എല്ലാവരുടെയും പെർമിഷനോടുകൂടി സുദീപ് സാറിനെ ക്ഷണിക്കുകയാണ്. സുദീപ് സാർ, യു ആർ വെൽക്കം. Okay, thank you, sir. Okay, thank you, Sabu sir, and thank you everyone for the wonderful opportunity. Once again, it's my privilege to come here. അതോടൊപ്പം നിങ്ങളോട് സംസാരിക്കുവാനും ഒക്കെ ഒരു അവസരം കിട്ടിയതിന് നന്ദി പറയുന്നു. എന്റെ വോയിസ് ക്ലിയർ ആണോ? ഞാൻ ഫാൻ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പം ബിസിനസ് സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ബിസിനസ്സിനുണ്ടാകുന്ന സ്ട്രാറ്റജീസിനെ പറ്റി നമ്മൾ മാർക്കറ്റിംഗ് ആകാം, ബ്രാൻഡിങ് ആകാം, സെയിൽസ് ആകാം, പിന്നെ ഓപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഓപ്പറേഷന് എക്സലൻസ്, OPEX എന്ന് പറയും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു ഇത്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ആ വാക്കിൽ തന്നെ സംതിങ് മാനേജ്മെന്റ് അല്ലെ. സപ്ലൈ ചെയിൻ, സപ്ലൈക്ക് ഉള്ള ഒരു ചെയിൻ ആണ് സപ്ലൈ ചെയ്യുന്ന. അതായത് സപ്ലൈ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ സപ്ലയർ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഈ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ദ റോ മെറ്റീരിയൽ ടിൽ ദ ലാസ്റ്റ് പ്രോസസ്, അതായത് കൺസ്യൂമർ അല്ലെ കസ്റ്റമർ വരെ ഉള്ള ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ്, ചെയിൻ ഓഫ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ എൻ്റെ പ്രോസസ്സിനെയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പഠിക്കാൻ വരുന്നത് ഇന്നത്തെ ദിവസം. ഞാൻ സ്ലൈഡുകളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അനുസരിച്ച് സാബ് സാർ എന്നെ കുറിച്ച് നിങ്ങളോട് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനർ ആണ്. ഈ എന്റെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. MBA ഫ്രം പൂനെ യൂണിവേഴ്സിറ്റി, IAM അലൂമിനസ് ആണ്. അക്കാഡമിക് ടീച്ചിങ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റും അതുപോലെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റുമാണ് MBA-കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സപ്ലൈ ചെയിൻ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ സപ്ലൈ ചെയിനും കൊണ്ട് എന്താണ് പ്രയോജനം? ഈ സപ്ലൈ ചെയിൻ എന്ന വാക്ക് ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആമസോൺ സപ്ലൈ ചെയിൻ ആണ് ചെയ്യുന്നത്, DHL. ഇതെല്ലാം ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓരോ കമ്പനിക്കും അവരുടേതായ പ്രൊഡക്റ്റ് ഉണ്ട്, അവരുടേതായ സപ്ലൈ ചെയിൻ ഉണ്ട്, അവരുടേതായ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഇനി ഞാൻ പറയുന്നത് വേറൊരു കാര്യമാണ്. ഏതൊരു കമ്പനി, IT കമ്പനി ആയിക്കോട്ടെ, ഫുഡ് കമ്പനി ആയിക്കോട്ടെ, ഈവൻ എഡ്യൂക്കേഷൻ, കോളേജ് ആയിട്ടുണ്ട്, സ്കൂൾ ആയിട്ടുണ്ട്, എന്ത് തന്നെ ആയാലും there is a supply chain process happening. അൺസീൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോലും നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് സപ്ലൈ ചെയിൻ. കാരണം സപ്ലൈ ചെയിൻ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാല, മുത്ത് വെച്ച് കോർത്ത ഒരു മാല പോലെ, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ അറിഞ്ഞിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മാലയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ക്രെഡിൽ ടു ഗ്രേവ്,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടില് തൊട്ട് ശവപ്പെട്ടി വരെ ഉള്ള മൂവ്മെന്റിന് സപ്ലൈ ചെയിൻ എന്ന് പറയും. ഓ, ഇത്രയും വലിയൊരു സംഭവമാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ടേം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു ഒരു ടേം നമ്മളെ, കാരണം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ടേം 2000-ന് ശേഷമാണ് ഒരു പക്ഷേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സപ്ലൈ ചെയിൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ അങ്ങനെ പേര് വിളിച്ചിരുന്നില്ല എന്ന് മാത്രമേ. എന്ന് പറഞ്ഞാൽ പണ്ടും നടന്നത് സപ്ലൈ ചെയിൻ തന്നെയായിരുന്നു, പക്ഷെ സപ്ലൈ ചെയിൻ എന്ന ഒരു വാക്കുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ വിളിച്ചില്ല എന്നൊരു കുറ്റം മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ, ഞാൻ ഈ സെഷൻ ഒന്ന് എടുത്തതെങ്കിൽ പോലും, ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓണർക്ക് ഒരു ഒബ്ജക്റ്റീവ്സ് കാണും, കുറച്ച് സ്ട്രാറ്റജീസ് കാണുമായിരിക്കും തുടങ്ങുന്നത്. അതിനുശേഷമാണ് പുള്ളി ഒരു കമ്പനി ഓപ്പൺ ചെയ്യുന്നത്. ആ കമ്പനി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, he take the materials or resource, അതിനെ ആ എൻവയോൺമെന്റിൽ നിന്ന് ആവശ്യമായ സാധനങ്ങളെ എടുത്തിട്ട് ഒരു കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് ആ കമ്പനിയിൽ കുറച്ച് മിഷൻസ് ആൻഡ് വിഷൻസ് കൊണ്ടുവന്നതിന് ശേഷം ആ കമ്പനിക്ക് ആവശ്യമായ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിലുള്ളത്. ഈ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ ഈ അച്ചീവ്മെന്റ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ സപ്ലൈ ചെയിന് ഇങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ആദ്യം അറിഞ്ഞിരിക്കണം? ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണ്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് അത് കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയാം, ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈസ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് എന്ന് വച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഓർമ്മ വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സർക്കാർ വണ്ടി എന്ന് പറഞ്ഞു. തീർച്ചയായും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ. ഫ്രം one point to another point, moving or goods and services from one point to another point is transportation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ കോളേജിലോ സ്കൂളിലോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീടിന്റെ പടിക്കൽ നിന്നും അവിടെ നിന്ന് ബസ് കയറി കോളേജിന്റെയോ സ്കൂളിന്റെയോ വാതിക്കൽ എത്തുന്നു, അത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഒരു സാധനം വാങ്ങാൻ നിങ്ങൾ പുറത്തു പോകുന്നു, അത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇഫ് യു ആർ യൂസിങ്, അപ്പൊ വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ? ഇങ്ങനെ കാറിൽ പോകാം, ജീപ്പിൽ പോകാം, ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം, ഇല്ലേ? യു ഹാവ് എ പ്ലെന്റി ഓഫ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. വൈ വി നീഡ് ടു ചൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ? എന്തിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം? ഒന്ന്, സെൽഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ. അപ്പൊ ട്രാവൽ ഉണ്ട്. ഇനി നമുക്ക് ഭയങ്കര ചൂടാണ്, കുറച്ചു ദിവസം നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവാം, ഊട്ടിയിലേക്ക് പോവാം. അപ്പോൾ അതിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു, അതിന് ടൂറിസം എന്ന് പറയുന്നു. അപ്പം ട്രാൻസ്പോർട്ടേഷൻ വന്നു, ടൂറിസം വന്നു. ഇനി എന്താണ്? അതിനുവേണ്ടി നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു, പ്രിപ്പറേഷൻ, പ്ലാനിങ്, പ്രിപ്പറേഷൻ. ആ ഒരു മാനേജ്മെന്റിന്റെ പേരാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ഓരോ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ബൈക്ക്, കാറ്, ഷിപ്പ്, പ്ലെയിന്, റോക്കറ്റ്. സ്പേസിൽ പോകണമെന്നുണ്ട് റോക്കറ്റ് വേണം, ഹെലികോപ്റ്റർ വേണമായിരിക്കാം, അപ്പം ഹെലികാം വേണമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡ്രോൺ വേണമായിരിക്കാം. വാട്ട് എവർ ഇസ് യൂസ്ഡ്, വാട്ട് എവർ ദ വെഹിക്കിൾ യു ആർ യൂസിങ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടിങ് സം ഗുഡ്സ് or material is called transportation. അങ്ങനെയെങ്കിൽ നമ്മൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, റോഡിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ? റോഡിൽ കൂടെ ഉണ്ട്. നമ്മൾ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നദിയിൽ കൂടെ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇനി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു വ്യക്തി ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ? കരയിൽ കൂടെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയുണ്ട്? റോഡുണ്ട്,
അപ്പൊ റോഡിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് റോഡുകളുണ്ട്. എന്തൊക്കെ റോഡുകളുണ്ട് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ റോഡുകളുണ്ട്. അത് ഏതൊക്കെയായിരിക്കാം? നാഷണൽ ഹൈവേ ഉണ്ടായിരിക്കാം, അല്ലെ? സ്റ്റേറ്റ് ഹൈവേ ഉണ്ടായിരിക്കാം. നാഷണൽ ഹൈവേയുടെ വീതി ഉണ്ടായിരിക്കും. എത്ര വീതി വേണം, എത്ര ഘനം വേണം, എത്ര ദൂരം വേണം, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്ന ഒരു വ്യക്തി വ്യക്തമായിട്ട് അറിയണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, ഓ ബംഗാളികൾക്ക് മാത്രം അറിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ആ പണി ചെയ്യുന്ന ആൾക്കാർക്ക്. തീർച്ചയായും നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ഞാൻ ടാക്സ് കൊടുക്കുന്ന രാജ്യത്തെ റോഡിന്റെ വീതി എത്ര, നീളം എത്ര, അറിഞ്ഞിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അത് സ്റ്റേറ്റ് വന്ന സ്റ്റേറ്റ് ഹൈവേ, ഇന്ന് നമ്മൾ പോകുന്ന ഹൈവേയിൽ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളും അറിഞ്ഞിരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക്. ഇനി റോഡ് നമ്മൾ മാറ്റിവെച്ച് ഡിസ്ട്രിക്ട് ഹൈവേ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൈവറ്റ് റോഡ്സ് ഉണ്ട്, അതുപോലെ പഞ്ചായത്ത് റോഡുകളുണ്ട്. ഈ റോഡുകൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ലോജിസ്റ്റിക്സ് പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യും. എന്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ റോഡുകളൊക്കെ എന്തുകൊണ്ട് മോശമായിട്ട് വരുന്നുണ്ട്? കാരണം ശാസ്ത്രീയമായി ട്രാൻസ്പോർട്ടേഷൻ പഠിച്ചവർ വളരെ കുറവാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരുപക്ഷെ ആദ്യം ഒരു PW ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്താണെന്നും ഒരു റോഡിന്റെ വീതി എന്താണെന്നും ഒരു പ്രാക്ടിക്കൽ നോളജ് മാത്രമേ അല്ലെങ്കിൽ കൊടുക്കുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ അക്കാഡമിക്കലി if he is getting the knowledge of how the road is being built, what are the measurement, what are the precautions to be taken to build a road, makes him more effective to build a road. വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും ഒരു റോഡ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ he should have a education background. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ is very very important. ഇനി റെയിൽവേസിന്റെ കാര്യം എടുക്കാം. റെയിൽവേസിൽ നിങ്ങൾക്കറിയാം എത്ര റെയിൽവേസ് ഉണ്ട്, അല്ലെ? മെട്രോ ഉണ്ട്, എക്സ്പ്രസ് റെയിൽവേസ് ഉണ്ട്. ഇതിന്റെ വീതി എത്ര, ഒരു റെയിൽവേ ട്രാക്ക് എത്ര ഘനത്തിലായിരിക്കും, അതൊക്കെ എഞ്ചിനീയേഴ്സ് അറിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിഞ്ഞിരിക്കണം. ഇനി ലാൻഡിൽ കൂടെ പോകുന്നത് വേറൊരു ഇതുമുണ്ട്, പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ ഏതുവഴി പോകണം? വെല്ലോന്റെ അയ്യത്തൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഏതുവഴി പോകണം? പൈപ്പ് പൊട്ടാതെ സൂക്ഷിക്കണം. നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത്. ഇനി ലാൻഡ് മാറിയിട്ട് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബൈ വാട്ടർ ആണെങ്കിൽ ഇല്ലാൻഡ് എന്ന് പറഞ്ഞാൽ കരയിൽ കൂടെ പോകുന്ന വാട്ടർ, അതിനെ നദികൾ എന്ന് പറയും. നദികൾ, തോടുകൾ. അപ്പൊ നമുക്ക് നദികൾ, തോടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ മണിയാറുണ്ട്, അച്ചൻകോവിലാറുണ്ട്. ഇന്ന് നോർത്തിലോട്ട് പോയി ഗംഗ, യമുന, സരസ്വതി, ഇതിനെയൊക്കെ നാഷണൽ വാട്ടർവേസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കൃഷ്ണനദി, NH1, NH17 അങ്ങനെ പേരിട്ട്, NH14 എന്നൊക്കെ പറയുന്ന പോലെ ഹൈവേക്ക് പേരിട്ടുന്ന പോലെ തന്നെ നാഷണൽ വാട്ടർവേസ് ഉണ്ട്. അതിന് എത്ര വീതി ഉണ്ടെന്നും എത്ര നീളമുണ്ടെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് വരുന്നുണ്ട്. ഇനി ഈ ഇൻലാൻഡിൽ തന്നെ ഈ നദികളെ നമ്മൾ നാച്ചുറൽ വാട്ടർവേസ് എന്ന് പറയും, അതുപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർവേസ് എന്ന് പറയും. എന്താണ് ആർട്ടിഫിഷ്യൽ വാട്ടർവേസ്? നമുക്കിപ്പോൾ സമ്മർ ഒക്കെയാണ്, എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? കനാൽ വഴി നമുക്ക് ഗവൺമെന്റ് ഡാമിൽ ശേഖരിച്ച വെള്ളം നമ്മുടെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി അവര് കുഴിച്ച് കനാൽ ഉണ്ടാക്കി, കനാലിൽ കൂടെ വെള്ളം സപ്ലൈ ചെയ്ത് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതുമുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് ലഭിക്കുന്നതുമുണ്ട്. ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഓവർസീസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഓവർസീസ് ഉണ്ട്, അതുപോലെ നമുക്ക് കോസ്റ്റൽ ഷിപ്പിങ്ങിനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഓവർസീസ് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഷിപ്പുകളിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ മദർ ഷിപ്പ്, ഫീഡർ വെസൽസ് ഒക്കെ നമ്മൾ ഇനിയും വരുന്ന കാര്യങ്ങളിൽ നമുക്ക് അത് വേണമെന്ന് ചിന്തിക്കാം. അപ്പൊ ഓവർസീസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ബോർഡർ കഴിഞ്ഞതിന് ശേഷം, ബോർഡർ നമുക്കറിയാമല്ലോ,
നമുക്ക് കരമാർഗം മാത്രമല്ല വായുവിനും അതുപോലെ ജലത്തിലും നമുക്ക് ബോർഡർ ഉണ്ട്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇന്ത്യൻ മുക്കവരെ കണ്ട് പാകിസ്ഥാൻകാർ പിടിച്ചു, അല്ലെങ്കിൽ ശ്രീലങ്കക്കാർ പിടിച്ചു. എന്താ കാരണം? നമുക്ക് ജലത്തിനൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തികൾ ലംഘിച്ചു പോകുമ്പോഴാണ് അവിടുത്തുള്ള കോസ്റ്റൽ ഗാർഡുകൾ അവരെ പിടിക്കുന്നത്. അപ്പം ഇത് കടന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ. അതുപോലെ ഉള്ളതാണ് എയർ. എയറിൽ ഡൊമസ്റ്റിക് ഉണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. കേരളത്തിലെ എല്ലാം പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് എയർ ഒന്നുമില്ല, എല്ലാ ഇന്റർനാഷണൽ എയർവേസും എയർപോർട്ട് മാത്രമേ ഉള്ളൂ. ഈ ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിന്റെ ഒരു ഭാഗം മാത്രമേ വരുന്നു. അപ്പൊ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോജിസ്റ്റിക്സ് is the movement of goods from one place to another place with the plan and implementing. പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന an effective way എങ്കിൽ മാത്രമേ അതിന് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നു. ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ഫ്രം ദ പർച്ചേസ് ഓഫ് ഗുഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ, receiving the goods, keeping in the warehouse, outbound ആയിട്ട് distribute to various warehouses, and from warehouses to the wholesaler, wholesaler to the retailer, retail to the customer is including the logistics. അവൻ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏത് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം, കപ്പല് വേണോ, പ്ലെയിൻ വേണോ, ബസ് വേണോ, കാറ് വേണോ, ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാരണം ബേസ്ഡ് ഓൺ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഓൾസോ. ഒരു സാധനം നമ്മൾ വിൽക്കാൻ, ഇപ്പൊ ആമസോണിന്റെ കാര്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ, ആമസോൺ സെല്ല് ചെയ്യുന്ന ഒരു TV സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വരുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. അതുപോലെ കൊറിയർ ചാർജസ് അല്ലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്, ടാക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. അതിനുശേഷം ഇതെല്ലാം അവർ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ലാഭോട് ഇട്ടതിന് ശേഷമാണ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അതിന് ഇ കൊമേഴ്സ് എന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നു. അപ്പൊ ട്രാൻസ്പോർട്ടേഷനെ കഴിഞ്ഞതിന് ശേഷം അടുത്തായിട്ട് പഠിക്കുന്നതാണ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് ഈസ് ഓൾ അബൌട്ട് പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസംഷനില് ഗുഡ്സ് ആകാം, മെറ്റീരിയൽ ആകാം, എക്യുപ്മെന്റ്സ് ആയിരിക്കും, അസറ്റ്സ് ആയിരിക്കും, നമ്മുടെ സമയവും എനർജിയും, അതിന് ട്രാക്കിംഗ് ഉണ്ടായിരിക്കാം കൃത്യസമയത്ത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ അതില്ല, നിങ്ങൾ വാരിയെടുത്ത് സാധനം എടുത്ത് ഒരു ബസ്സിനകത്ത് ഒരു കൊട്ടയില് സാധനങ്ങൾ എടുത്തു, അവിടെ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കൊട്ടയ്ക്കകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായ ഒരു ചാർട്ട് ഉണ്ടാക്കുകയും ഇത്ര സാധനങ്ങൾ ഇവിടുന്ന് പോയി എന്ന് കൃത്യമായ ഡോക്യുമെന്റേഷൻ ചെയ്യുകയും റിസീവ് ചെയ്യുന്ന ആള് ഇത്ര സാധനങ്ങൾ ഐറ്റംസ് കിട്ടിയെന്ന് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ രണ്ട് പാർട്ടികള് ഒരാൾ മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1PL എന്ന് പറയും. അതായത് IPL അല്ല, 1 പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയും. 2PL ആണെങ്കിൽ ഒരു ഷിപ്പറും കൺസൈനിയും കൂടെ ഇൻവോൾവ് ആണെങ്കിൽ അതിനെ 2 പാർട്ടി ലോജിസ്റ്റിക്സ് എന്നും, ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് പ്രൊവൈഡർ ആണെങ്കിൽ 3rd പാർട്ടി ലോജിസ്റ്റിക്സ് എന്നും, അതിനകത്ത് ഒരു വെയർഹൗസ് ചെയ്യാൻ ഒരു പാർട്ട്ണറും ഉണ്ടെങ്കിൽ 4th പാർട്ടി ലോജിസ്റ്റിക്സ് എന്നും, ഇനി ഇ കൊമേഴ്സ് ഈ ബിസിനസ്സിലോട്ട് പോകാൻ 5 പാർട്ടി ലോജിസ്റ്റിക്സും എന്നും വിളിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മൂവ് ചെയ്യാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പൊ സപ്ലൈ ചെയിൻ, അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റോഡിൽ കൂടെയോ റെയിലിൽ കൂടിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടിയോ, വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വാട്ടർ ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർ ഉണ്ട്, സീ വാട്ടർ ഉണ്ട്, അല്ലെ, ഇതിൽ കൂടെയോ ഇനി ആകാശത്തിൽ കൂടെ ഉണ്ടോ ആയിരുന്നതിനെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നു. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻ എ ബ്രോഡർ കൺസെപ്റ്റ്. ഞാൻ പറഞ്ഞ 2000
2000 വർഷത്തിലാണ് 2000 ഓൺവേഴ്സ് ആണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനും ഒരു 5 years മുമ്പ് തന്നെയാണ് സപ്ലൈ ചെയിൻ എന്ന ഒരു വാക്ക് പറയുന്നത്. ഇത് ഈ പിക്ചറിനകത്ത് പറയുന്നത് പോലെ താഴെ കൊടുക്കുന്ന നമ്പർ 1, ദ റോ മെറ്റീരിയൽ. Raw material goes to the supplier, supplier to the manufacturer, manufacturer to the distributor, distributor to the retailer, retailer to the customer and the consumer. ഈ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസിനാണ്, അതായത് റോ മെറ്റീരിയൽ സപ്ലയർക്ക് കൊടുക്കുന്നു, സപ്ലയർ മാനുഫാക്ചറിന് കൊടുക്കുന്നു, മാനുഫാക്ചറർ ഡിസ്ട്രിബ്യൂട്ടറിന് സപ്ലൈ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറിന് സപ്ലൈ ചെയ്യുന്നു, റീറ്റെയിലർ കസ്റ്റമറിന് സപ്ലൈ ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് സപ്ലൈ ചെയിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു കേക്ക് വാങ്ങുവാൻ, നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. കേക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വീട് ഫാക്ടറി ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കിച്ചൺ തീർച്ചയായിട്ടും അതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണെന്ന് സങ്കല്പിക്കുക. ആണെങ്കിൽ തീർച്ചയായും വീട്ടമ്മ പറയുകയാണ്, മക്കളോട് പറയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയുന്നു, എനിക്ക് കേക്ക് ഉണ്ടാക്കുവാൻ തക്കോണം കൊക്കോ വാങ്ങണം, മൈദ വാങ്ങണം, ഷുഗർ വാങ്ങണം, ഈ സാധനങ്ങളെല്ലാം വാങ്ങണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എവിടെ പോയി വാങ്ങുന്നു? ഈ റോ മെറ്റീരിയൽ. അപ്പൊ കേക്ക് ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയൽ ആണ് ഈ പഞ്ചസാരയും വാനില എസൻസും കൊക്കോ പൗഡറും, ഈ കാര്യങ്ങളെല്ലാം റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ സെർച്ച് ചെയ്യുന്നത്, അല്ല, നിങ്ങളത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നു. ഈ കടയെ കൊണ്ട് വാങ്ങുന്ന വ്യക്തിക്ക് നമ്മൾ വെൻഡർ എന്നോ സപ്ലയർ എന്നോ നമുക്ക് പറയാം. ഇനി കേക്ക് അല്ല, അതിനു പകരം നിങ്ങൾ ഒരു ടീ ആണ് ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായും ഫാർമർ ഈസ് ഇൻവോൾവ്, അല്ലെ? ഫാർമറാണ് ഈ ഒരു ടീ ഉണ്ടാക്കുന്നത്. ടീ എന്ന് പറഞ്ഞാൽ ടീ ലീവ്സ്. ഫാർമർ ഈ ടീ ലീവ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അത് ഉണക്കി അല്ലെങ്കിൽ അത് പൊടിച്ച് ഒക്കെ ചെയ്യുന്നതാണ് ഫാക്ടറി. സോ ആക്ച്വൽ ഇസ് ദ ഫാർമർ. അപ്പം പഞ്ചസാരയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൂ ഇസ് എ ഫാർമർ, അല്ലെ? ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിനിലാണ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് ഫൈനലായിട്ട് പഞ്ചസാര ഉണ്ടായത്. അപ്പം പഞ്ചസാര ഈസ് എ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് എ ഷുഗർ കെയിൻ. ബട്ട് കേക്കിലെ ഷുഗർ കെയിൻ ഈസ് നോട്ട് എ റോ മെറ്റീരിയൽ, ഷുഗർ ഈസ് എ റോ മെറ്റീരിയൽ. അപ്പം നിങ്ങൾ ഇത്രയും സാധനങ്ങൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം നേരെ അടുപ്പിലോട്ട് കൊണ്ട് പഞ്ചസാരയും എന്താ പറയുക ചോക്കോ പൗഡറും എല്ലാം കൊണ്ട് ഇടുകയല്ലല്ലോ. സോ വി വിൽ ഹാവ് എ സ്റ്റോർ റൂം, അല്ലെങ്കിൽ ഷെൽഫ് കാണും. ഈ ഷെൽഫിനകത്ത് ആയിരിക്കും സാധനങ്ങൾ വെക്കുക. അപ്പൊ ഈ ഫാക്ടറിയിലും ഇതുപോലെ തന്നെ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓഫീസ് കാണും, അല്ലെങ്കിൽ ഒരു സ്പേസ് കാണും. ആ സ്പേസിനെയാണ് നമ്മൾ വിളിക്കുന്ന വെയർ ഹൗസ്, വെയർ the factory's raw material is stored. ഇനിയും ആവശ്യമനുസരിച്ച് ഈ റോ മെറ്റീരിയൽ വീട്ടിൽ ഉണ്ടാക്കി, കേക്ക് ഉണ്ടാക്കാൻ സാധനം ഓവനകത്ത് എല്ലാം ഉണ്ടാക്കി ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കും. ഒറ്റ സെക്കൻഡ്. സോറി ഫോർ ദാറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, നിങ്ങൾ ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഫാക്ടറിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല റോ മെറ്റീരിയൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ബാക്കി സാധനങ്ങൾ നിങ്ങളുടെ ഷെൽഫിനകത്തിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോറിനകത്തിരിക്കുന്നു, വെയർ ഹൗസിനകത്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് യു വിൽ നോട്ട് കീപ് ഇറ്റ് ഇൻ ദ ഷെൽഫ് അഗെയിൻ, സെയിം ഷെൽഫ് അഗെയിൻ. റോ മെറ്റീരിയലിന്റെ കൂടെ ഒരിക്കലും നിങ്ങൾ ഫൈനൽ പ്രൊഡക്റ്റ് വെക്കത്തില്ല. ഫൈനൽ പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കാനുള്ള കേക്കാണ് വീട്ടിൽ ഉണ്ടാക്കിയെങ്കിൽ നോ പ്രോബ്ലം, പാക്കിംഗ് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് ബേക്കറിയിൽ കൊടുക്കാൻ ഒരു 5-6 കേക്ക് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അതെടുത്ത് ഡൈനിങ് റൂമിലോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവരുന്നു. ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുന്ന അങ്ങനെ വെക്കാൻ പറ്റുമോ? യു നീഡ് ടു പാക്ക് ഇറ്റ്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള ഫൈനൽ പ്രൊഡക്ട്സ് ഇസ് മൂവ് ടു ഈ ഔട്ട്ബൗണ്ട് വെയർ ഹൗസിലോട്ട്. മറ്റേ ഇൻബൗണ്ട് ആണ്.
ഔട്ട്ബൗണ്ട് വെയർ ഹൗസിലോട്ട് അല്ലെങ്കിൽ വേറെ റൂമിലോട്ട് പോയതിനു ശേഷം ആ റൂമിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഡിപ്പാർട്ട്മെന്റ്. പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന, ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണ്. ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം പാക്കിംഗ് ആൻഡ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ലേബലിംഗ് ആ ഡിപ്പാർട്ട്മെന്റിന് ശേഷം then it will move to the next warehouse is the final product is being stored. ഇപ്പൊ ഇതിനകത്ത് നോക്കിയ മാനുഫാക്ചറിങ് യൂണിറ്റിന് മുമ്പായിട്ട് മൂന്നാമത്തിന് മുമ്പായിട്ട് ഒരു വെയർ ഹൗസ് കാണും, അതിനുശേഷം ഒരു വെയർ ഹൗസ് ഉണ്ട്. ഈ വെയർ ഹൗസിന് ശേഷമാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ, ഹൗ ഐ നീഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദിസ് തിങ്. യു ക്യാൻ സെൻഡ്, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ അല്ലെ ദുബൈയിലോട്ട് എത്തിക്കണം, തീർച്ചയായിട്ടും നിങ്ങളുടെ മകൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു, എത്തിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ദുബൈയിലെ മകന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവന്റെ കേക്ക് കൊടുത്തു വിടുന്നു, ഹോം മെയ്ഡ് കേക്ക് അവന്റെ കൈ കൊടുക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? കാറിൽ എയർപോർട്ട് വരെ പോകുന്നു, എയർപോർട്ടിൽ നിന്ന് ബൈ എയർ പോകുന്നു, അതിനുശേഷം തിരിച്ച് കാറിൽ പോകുന്നു, വീട്ടിലെത്തിക്കുന്നു, കേക്ക് കൊടുക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഡൺ ഇൻ മൾട്ടി മോഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എയർ ബൈ എയർ ചൂസ് ചെയ്തു. സപ്പോസ് യു വാണ്ടഡ് ടു സെൻഡ് ടു ദ ലോക്കൽ ബേക്കറി, നിങ്ങൾക്ക് സൈക്കിളിൽ പോകാം, നിങ്ങൾക്ക് സ്കൂട്ടറിൽ പോകാം. അപ്പോൾ ഡെലിവറി എവിടെ വെക്കണം, കസ്റ്റമറിന്റെ അനുസരിച്ചായിരിക്കും ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബീൻ ഓപ്റ്റഡ് ബൈ ദ കൺസൈനി ഓർ ദ ഷിപ്പർ. അതിനനുസരിച്ച് ഷിപ്മെന്റ് വിൽ ബി ഡെലിവേർഡ് ടു ദ റീറ്റെയിലർ. റീറ്റെയിലർ എന്ന് പറയുന്നത് ബേക്കറി ആയിരിക്കും. ഈ ബേക്കറി ചെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ കേക്ക് വാങ്ങിച്ചോട്ട് വരും. സിമിലർലി ഇറ്റ് ഈസ് means applicable for all the manufacturing unit. ഈ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സിനെയാണ് സപ്ലൈ ചെയിൻ എന്ന് നമ്മൾ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഈസ് മൂവ് ഫ്രം സപ്ലയർ ടു മാനുഫാക്ചർ ടു ദ ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ ടു ദ തിങ്, ആൻഡ് ദ ഇൻഫർമേഷൻ ഓൾസോ പാസിംഗ് ത്രൂ. ഇതിന്റെ പേരാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. അതായത് കസ്റ്റമർ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയ കേക്കിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണും, അപ്പോൾ ഫീഡ്ബാക്ക് തന്നു, യെസ് വി വിൽ മേക്ക് സിമിലർ കേക്ക്സ്. അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്നു, ഇല്ല ഇതിന്റെ കൊക്കോ കൂടിപ്പോയി, പഞ്ചസാര കൂടിപ്പോയി. ആ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ യു വിൽ അഡാപ്റ്റ് ഓർ യു വിൽ ചേഞ്ച് ദിസ്. അതുപോലെ നിങ്ങൾ കാർ മേക്കേഴ്സിന്റെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? ഒരു വർഷം കഴിയുമ്പോൾ ഫേസ് ലിഫ്റ്റ് വേർഷൻ എന്നും പറഞ്ഞു തരും. ബിക്കോസ് വൺസ് ദ car is hit to the market with the 10,000 unit or 1 lakh unit, based on the feedback from the customer, ഇതിന്റെ ബോണറ്റിന്റെ പ്രശ്നം, ലൈറ്റ് കത്തുന്നില്ല, ലൈറ്റ് ഇച്ചിരൂടെ ഭംഗിയായിരുന്നു, നന്നായിരുന്നു, ഇങ്ങനെ വേരിയസ് ഐഡിയാസ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് your R&D department, research and development department will make some kind of a changes to attract the new customers. അങ്ങനെയാണ് ഫേസ് ലിഫ്റ്റ് വേർഷൻസ് ആയിട്ട്. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്കും ആ ഇൻഡസ്ട്രീസിൻ്റെതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ പ്രോസസ് ആണ് ഉണ്ടായിരിക്കുക. ഇനിയും നിങ്ങൾ ഈ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വെരി ഗുഡ് ഐഡിയ ഓൺ ദിസ്. 90കളിൽ അല്ല 1960കളിൽ ഈ എൻ്റെ പ്രോസസ്സിനെ നമ്മൾ ഡിമാൻഡ് ചെയ്യണം, കസ്റ്റമറിന്റെ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഫോർകാസ്റ്റ് ചെയ്യാൻ. അപ്പൊ പർച്ചേസ് ചെയ്യണം. അത് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് വെയർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇനി ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ ഈ 3 ഡിപ്പാർട്ട്മെന്റ്സിനെയും, ഈ 3 അല്ല പല ഡിപ്പാർട്ട്മെന്റ്സിനെയും, അപ്പൊ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നവര്, സ്റ്റോറേജ് ഹാൻഡിൽ ചെയ്യുന്നവര്, ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ 3 പേരെ ഒന്നിച്ച് 1980 ചെയ്യാൻ തുടങ്ങി, ഒന്നിപ്പിക്കാൻ തുടങ്ങി. 1990 ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ലോജിസ്റ്റിക്സിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും, സോ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു അംബ്രല്ലയുടെ കീഴിൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും സെഗ്രിഗേറ്റ് ചെയ്ത് അത് പോളിഷ് ചെയ്ത് അത് ടുഗദർ ആക്കി. അങ്ങനെ 2000 ദേ തോട്ട് ലൈക്ക് ദിസ് ഇസ്, ഞാൻ പറഞ്ഞല്ലോ, റോ മെറ്റീരിയൽ ടു ദ ടിൽ ദ ഫൈനൽ കസ്റ്റമർ ഇറ്റ് ഇസ് ദ സെയിം തിങ്. ആൻഡ് ലോജിസ്റ്റിക്സ് ഇസ് നോട്ട്, ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ ലോജിസ്റ്റിക്സ്, ഇറ്റ്സ് എ സപ്ലൈ ചെയിൻ എന്ന് വിളിക്കാൻ തുടങ്ങി. സോ ഇൻഫർമേഷൻ ഇസ് നീഡഡ്,
Here the marketing is needed, sales is needed, planning is needed, finance also needed. That means അതിനുശേഷം 2010 ഓട്ടോമേഷൻ, 2018 15 തൊട്ട് ഡിജിറ്റലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈവൻ ഫിനാൻസ്, ക്യാഷ് മാനേജ്മെന്റ്, ക്യാപിറ്റൽ of the cash, everything comes under supply chain management. Supply chain management is the covers the entire process of the company, having such a software that you know what kind of even human beings also. അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ മൂവ്മെന്റ് മാത്രമായിരുന്നു. ഇന്ന് HR പോലും സപ്ലൈ ചെയിന്റെ ഭാഗമായിട്ട് ഹ്യൂമൻ സപ്ലൈ എന്നുള്ള ഒരു വാക്കിലേക്ക് ഇന്ന് കടക്കുകയാണ്. എവറിത്തിങ് ഈസ് സപ്ലൈഡ്, ഹ്യൂമൻ ഈസ് സപ്ലൈഡ്, റോബോട്ട്സ് ഈസ് സപ്ലൈഡ്, ഇൻഫർമേഷൻ ഈസ് സപ്ലൈഡ്, the material is supplied. അപ്പോൾ everything comes under one management, one unit. ഇന്ന് ഫിസിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തത്. Today I was talking to a logistic person in Cochin. പുള്ളി പറയുന്നത് എല്ലാം ചെയ്യുന്നത് എന്റെ ബോംബെ ഓഫീസാണ്. I'm just എന്റെ കമ്പ്യൂട്ടറിന്റെ കീബോർഡിലാണ് ബാക്കി സിസ്റ്റംസ് എല്ലാം ഐ അറേഞ്ച് ഫിസിക്കലി ആവശ്യമുള്ളപ്പോൾ ഞാൻ ഔട്ട്സോഴ്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. Because I am one man army here. അങ്ങനെ ഇന്ന് ലോകം IT-യുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഇൻഫ്ലുവൻസിൽ ഇന്ന് മാൻ പവർ അല്ലെങ്കിൽ ഈവൻ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണും IIT മുംബൈയില് 2023 36% സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. സോ അക്കാഡമിക്സിന്റെ നോളജ് ഇന്ന് അതുകൊണ്ടാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇത്രയും അക്കാഡമിക് നോളജ് ഉള്ള വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് നോളജ് ഇല്ലാത്ത ആൾക്കാർ വളരെ റെയർ ആയിട്ട്. So where you are facing a high competition, so that is the reason you need to understand. അപ്പൊ ഈ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് you should have a knowledge of each and everything what is happening in and around you. അതുകൊണ്ട് തീർച്ചയായും ഞാൻ സാബു സാറിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. So you are giving such a big contribution to the human being. ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവര് ഈവൻ what I'm trying to say is like ലൈഫ് സയൻസ് തൊട്ട് സൈക്കോളജി തൊട്ട് ഈവൻ മ്യൂസിക് തൊട്ട് strategies in management, everything is being supplied to the human so that they can able to develop and upskill and upgrade in their life. But logistic management എന്ന് പറഞ്ഞ definition നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ it is a supply chain management component is used to meet customer demands through the planning, control, implementation of effective movement of and storage related information, goods and service from origin to destination. ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ പറയുന്നത്. നമ്മളിപ്പം അക്കാഡമിക് ലേണിംഗിലോട്ട് പോകുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാം. ഇപ്പം വെയർ ഹൗസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഗോഡൌൺ എന്ന് പറയാം, സ്റ്റോർ എന്ന് പറയാം, ഈ കാര്യങ്ങളെല്ലാം പറയാം. ഈ സ്റ്റോറേജ് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റ് അതൊക്കെ വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഇത് നിങ്ങൾ കണ്ടു കാണും. ഇത് ഫോക്ക് ലിഫ്റ്റിന്റെ ഒരു ഇതാണ്. ഈ ഗുഡ്സ് ഒക്കെ ഈ വെയർ ഹൗസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടാമത്തെ പിക്ചറിന്റെ അടിയിൽ ഒരു വുഡൻ ഫ്രെയിം കാണും. ഈ വുഡൻ ഫ്രെയിമിനെ പാലറ്റ് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസ് ആയിരിക്കും, പാലറ്റ് സൈസ് ആയിരിക്കും. ഇതിനകത്തായിരിക്കും കാർഗോ ഇത് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചേക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഒരു വലിയൊരു വെയർ ഹൗസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്തത് ദുബൈയില് ബാക്ക് സൈഡിൽ എമിറേറ്റ്സിന്റെ ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡ്. നോ ഫോക്ക് ലിഫ്റ്റ് ഹാസ് ടു ഗോ ദർ. ഫോക്ക് ലിഫ്റ്റ് പോകേണ്ട കാര്യമില്ല. എവറിഥിങ് ഈസ് ഓട്ടോമേറ്റഡ്. അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാർഗോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും.
ഇത് ഷിപ്പാണ്. ഇത് മദർഷിപ്പ് എന്ന് പറയും, കാർഗോ ഷിപ്പ് എന്ന് പറയും. ഏകദേശം 8,000 to 10,000 TEUs അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇതാണ്. അപ്പം പിന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. മദർ വെസൽ എന്നും ഇതിനെ പറയും. യാത്രയ്ക്ക് പറയുന്ന വോയേജ് നമ്പർ ഒക്കെ ഉണ്ട്. ഫീഡർ വെസൽ ഫോർ എക്സാമ്പിൾ, ഇത് ഇന്റർനാഷണലി ഇങ്ങനെ ഇപ്പൊ അമേരിക്ക തൊട്ട് ഓസ്ട്രേലിയ വരെ ഒരു ഷിപ്പിംഗ് ലൈനിന്റെ ഒരു കണക്ഷൻ ആയിരിക്കും. ഇപ്പൊ അമേരിക്കയിൽ തുടർന്നു, അത് കഴിഞ്ഞ് യൂറോപ്പിലെത്തുന്നു, യൂറോപ്പിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെത്തുന്നു, ആഫ്രിക്കയിൽ പോകുന്നു, അതിനുശേഷം ഇന്ത്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, സിംഗപ്പൂർ, ഹോങ്കോങ്, സിംഗപ്പൂർ, ജപ്പാന്, ഓസ്ട്രേലിയ, ഇങ്ങനൊരു ചെയിനിലാണ് പോകുന്നത്. അപ്പൊ ഇത് എല്ലാ രാജ്യത്തിലെ മേജർ പോർട്ടിൽ മാത്രമേ പോകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മിഡിൽ ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒമാനിലോ UAE-ലോ വന്നായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. It will not go to Kuwait. It will not go to Saudi Arabia. It will not go to some other Arab nations. ഇനി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോംബെയിലായിരിക്കും അത് മേജർ പോർട്ട് അവിടെ വന്ന് ഓഫ്ലോഡ് ചെയ്യുന്നത്. ഇത് ഓഫ്ലോഡ് ചെയ്ത് സപ്പോസ് I am sitting in Kochi and Roy sir is sitting in Delhi and we are having a container, how we can get the container? അങ്ങനെ കൊച്ചിയിലിരിക്കുന്ന എനിക്ക് ഫീഡർ വെസല് ത്രൂ, അതായത് ചെറിയ വെസൽ, അതായത് മദർ വെസല് എനിക്ക് ആവശ്യം എന്റെ കണ്ടെയ്നറും റോയ് സാറിന്റെ കണ്ടെയ്നറും സാബു സാറിന്റെ കണ്ടെയ്നറും, സാബു സാർ കൽക്കട്ടയിൽ ഇരിക്കാന്ന് വിചാരിച്ചു, കണ്ടെയ്നർ ഓഫ്ലോഡ് ചെയ്തിട്ട് പോകുന്നു, മദർ വെസൽ പോയി. ഇനി ഫീഡർ വെസൽ വിൽ കം ആൻഡ് പിക്ക് മൈ കാർഗോ ആൻഡ് ഡെലിവർ ഇൻ കൊച്ചി എയർപോർട്ട് ആൻഡ് ഡെലിവർ ഇൻ ഒറീസ എയർപോർട്ട്, സീപോർട്ട്, മദ്രാസ് എയർപോർട്ട് ആകാം, തൂത്തുക്കുടി എയർപോർട്ട് സീപോർട്ട് ആകാം, അതിനുശേഷം കൽക്കട്ട സീപോർട്ട് ആകാം. അപ്പം റോയ് സാർ ഡൽഹി ഇരിക്കുന്ന റോയ് സാറിന് എങ്ങനെ മെറ്റീരിയൽ കിട്ടും? കാരണം അവിടെ സീയില്ലല്ലോ, പോർട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ലാൻഡില് പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് പേരാണ് ICT അല്ലെ ICD എന്ന് പറയുന്നത്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ അല്ലെ ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനൽ. അപ്പൊ ഇതെങ്ങനെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ബൈ റോഡ് ഈ കണ്ടെയ്നേഴ്സ് ബൈ റോഡ് ട്രക്ക് ത്രൂ ബോംബെയില് ഈ ICT-യിൽ എത്തിക്കുകയും റോയ് സാറിന് അവിടെ പോയി കാർഗോ കളക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കണ്ടെയ്നേഴ്സിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പേസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസും വെയിറ്റും കൊടുത്തേക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അതായിട്ടില്ല, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് കൊടുത്ത്, സോ ദാറ്റ് ദ ട്രക്ക് ക്യാൻ ക്യാരി ദിസ് കാർഗോ ഫ്രം ദ ഷിപ്പ്. ഇതൊരു എയർവേ ബില്ലിന്റെ, അതായത് നമ്മളൊരു കാർഗോ ബൈ എയർ അയക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബില്ല്. ഇതിന്റെ പേരാണ് എയർവേ ബിൽ എന്ന് പറയുന്നത്. ഇതാണ് ഷിപ്പർ ഉണ്ട്, ഷിപ്പ് ചെയ്യുന്ന ആളെ ഷിപ്പർ എന്നും റിസീവ് ചെയ്യുന്ന ആളെ കൺസൈനി എന്നാണ് പറയുന്നത്. ഇതിന് വേറൊരു വാക്ക് പറയാം, കൺസൈനി എന്ന് പറയുന്ന റിസീവ് ചെയ്യുന്ന ആളെ. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആളെ നമുക്ക് ഷിപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറൊരു പേരുടെ പറയാം, കൺസൈനർ എന്ന് പറയും. അപ്പൊ കൺസൈനർ സെൻഡ് ദ കാർഗോ ടു കൺസൈനി. അപ്പം ഈ കാർഗോയെ കൺസൈൻമെന്റും എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ പല വാക്കുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. ഇനി ഒരു ഷിപ്പിംഗ് ലൈൻ, ഷിപ്പിൽ കൂടാണ് നിങ്ങൾ പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള ഷിപ്പിംഗ് ലൈനാണ്. ഷിപ്പിംഗ് ലൈനിൽ 2 BL-കൾ ഉണ്ടായിരിക്കും. BL എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ലേഡിംഗ്. അന്ന് മാസ്റ്റർ ഷിപ്പിംഗ് ബിൽ ഓഫ് ലേഡിംഗ് MBL എന്ന് പറയും. അതാണ് ഒരു ഷിപ്പിംഗ് ലൈൻ ആയിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഹൗസ് BL ഉണ്ട്, അത് ഏജന്റ് ആയിരിക്കും ചെയ്യുന്നത്. ഹൗസ് BL, HBL എന്ന് പറയും. ഇനി ബൈ റോഡ് അല്ലെ കൊറിയർ ആണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനും ഒരു എയർവേ ബിൽ എന്നാണ് പറയുന്നത്. ബൈ കൊറിയർ ആകുമ്പോഴും അതിന് ഇങ്ങനെ പറയുന്നത്. ഇതിന് പറയുന്നത് റോഡ് വേ ബില്ലാണ്. ബൈ റോഡ് പോകാൻ ഈ വേ ബില്ലെന്നും ഇന്ന് വിളിക്കാറുണ്ട്. സാധാരണ രീതിയിൽ എയർലൈൻ ഒക്കെ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിനകത്താണ്. ഇങ്ങനെയാണ് ഒരു കാർഗോ ഫ്രൈറ്റിന്റെ, അല്ലെങ്കിൽ ഇതിന് ഫ്രൈറ്റർ എന്ന് പറയുന്നു, ഇതിലാണ് കാർഗോ ഇങ്ങനെയാണ് ലോഡ് ചെയ്ത് വെക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പാസഞ്ചർ ഫ്ലൈറ്റിൽ പോലും
താഴെ ലോഡ് ചെയ്യാനുള്ള ഇത്രയും കപ്പാസിറ്റി കാണത്തില്ല. ഇത് കാർഗോ ഫ്ലൈറ്റ് ആണ്, ഫുൾ കാർഗോ ആണ് ചെയ്യുന്നത്. ഇനിയും പല രീതിയിലുള്ള ഷിപ്പുകളുണ്ട്. 500 കണ്ടെയ്നർ തൊട്ട് ഇനിയും 8000 കണ്ടെയ്നർ വരെ കപ്പാസിറ്റിയിൽ പോകുന്ന ഷിപ്സും ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കണ്ടെയ്നർ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. അപ്പം പോർട്ടിൽ വന്ന സീപോർട്ടിൽ വന്ന ഈ കണ്ടെയ്നറിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസും വിഡ്ത്തും ഹൈറ്റും ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഈസി ടു ക്യാരി ഇൻ അവർ നാഷണൽ ഹൈവേസ്. നമ്മുടെ നാഷണൽ ഹൈവേയിൽ സ്മൂത്ത് ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത് എവിടെ പോയാലും ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, ഓഡ് ഷേപ്പ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഈസ് നോട്ട് ദെയർ അറ്റ് ഓൾ. അതുകൊണ്ട് ലോകമെമ്പാടും, അതുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് പഠിച്ച അല്ലെ സപ്ലൈ ചെയിൻ പഠിച്ച ഒരു വ്യക്തിക്ക് ലോകത്തിൽ എവിടെ പോയാലും ജോലി കിട്ടാൻ വളരെ ഈസി ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ majority of the terms and condition is 99% is the same. അതുകൊണ്ടാണ് സപ്ലൈ ചെയിൻ പഠിക്കുന്നവന് ഫാസ്റ്റ് ആയിട്ട് ജോലി കിട്ടുന്നത്. ഇത് പോർട്ടില് കണ്ടെയ്നർ നമ്മൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഇതിന് ലിഫ്റ്റ് ഓൺ ലിഫ്റ്റ് ഓഫ് എന്ന് പറയും, ലോ ചാർജസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെ ഒരു കണ്ടെയ്നറിന് ഒരു ഷിപ്പിൽ നിന്ന് ഈ ഒരു മെഷീൻ വഴിയാണ് ലോഡ് ചെയ്യുകയും ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിലൂടെ വായിച്ചു കാണുന്ന സൂയസ് കനാലില് ഒരു ഷിപ്പ് സ്റ്റക്കായ കാര്യം നിങ്ങൾ പറയുന്നു. അന്ന് ഗതാഗതത്തെ കംപ്ലീറ്റ് നമ്മുടെ എക്കണോമിയെ, ആഫ്രിക്കയും അല്ലെ മിഡിൽ ഈസ്റ്റും യൂറോപ്പും ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ചാനൽ ആയിരുന്നു സൂയസ് കനാൽ. അന്ന് എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു ഷിപ്പ് അവിടെ ക്ലൈമറ്റിന്റെ പ്രശ്നത്തിൽ അവര് സൈഡ് ക്രോസ് ആയിട്ട് പോവുകയും there is no space for other ships to sail. അങ്ങനെ 5 ദിവസം അങ്ങനെ ആയിരുന്നു. എന്തും നമ്മുടെ നാട്ടിലൊരു കണ്ടൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കുതിരവട്ടം പപ്പ് പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് നാണ്ട് വരുന്നത്. കണ്ടോ, ഒരു JCB കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ തള്ളൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറും. എത്ര ടണ്ണ് വെയിറ്റ് ഉള്ള ഷിപ്പാണ്. പക്ഷെ it took 7 days to move the ship from the shore. Then അതിനുശേഷമാണ് ഈ ഗതാഗതം പുനഃക്രമീകരിച്ചത്. ഇത് വെയർഹൗസിൽ സാധാരണ ഇത് വെയർഹൗസിന്റെ ഷേപ്പാണ്. വെയർഹൗസിൽ ലോഡ് ചെയ്യാൻ നേരം കണ്ടെയ്നർ ഇങ്ങനെയാണ് കൊണ്ടിടുന്നത്. ഈ ഷിപ്പിൽ കയറ്റുന്ന കണ്ടെയ്നർ തന്നെയാണ് നോക്കി, അത് ട്രക്കിനകത്താണ് കൊണ്ടുവരുന്നത്. ബിക്കോസ് സ്റ്റാൻഡേർഡ് കണ്ടെയ്നർ യു ക്യാൻ സീ. ഇത് ഫോക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് അകത്ത് ലോഡ് ചെയ്തതിന് ശേഷം ഇത് സീല് ചെയ്യും. സീല് ചെയ്തതിന് ഇഫ് യു ആർ ഫോർ എക്സാമ്പിൾ പലപ്പോഴും സീല് നമ്മൾ പൊട്ടിച്ച് സാധനം എടുത്തുകൊണ്ട് പോകുന്ന പ്രവണതയുള്ളത് കൊണ്ട് പല ക്വാളിറ്റി കമ്പനികളുണ്ട്. അവര് ഇത് ഷിപ്പർ ചിലപ്പോൾ ഇഫ് യു ആർ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂറോപ്പിൽ നിന്നൊരു ഷിപ്മെന്റ് ഓർഡർ ചെയ്തപ്പോൾ ഷിപ്പർ പറയാണ് ഞങ്ങൾ 40 പാക്കറ്റ് അല്ലെങ്കിൽ 50 പാക്കറ്റ് ലോഡ് ചെയ്തു. നിങ്ങൾ കണ്ടെയ്നർ ഓപ്പൺ ചെയ്തപ്പോൾ 20 പാക്കറ്റേ ഉള്ളൂ. ഷിപ്പർ പറയാൻ ഞങ്ങൾ ലോഡ് ചെയ്തു, ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, ലോഡ് ചെയ്യുന്ന ഫോട്ടോസും ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, ലോക്ക് ചെയ്യുന്നൊക്കെ. പക്ഷെ ഹൗ ക്യാൻ യു ട്രസ്റ്റ്? സോ യു വിൽ പ്ലേസ് എൻ ഏജന്റ്, ബ്യൂറോ വെറിറ്റാസ്, SGS അങ്ങനെയുള്ള അവർ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം they ensure their seal is broken, that means someone has stealed this. അങ്ങനെ ഇൻഷുർ ചെയ്തൊക്കെയാണ് ചെയ്യാറുള്ളത്. ഷിപ്പിങ്ങില് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഇൻകോപ്പ് ടേംസ് ഉണ്ട്, എക്സ്വർട്സ് ഉണ്ട്, FCA ഉണ്ട്, FOB ഉണ്ട്. അപ്പൊ ഓരോ ടേംസ് ആണ് നമ്മുടെ ഷിപ്പിംഗ് ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ്, അതായത് കോസ്റ്റ്, ഷിപ്മെന്റിന്റെ കോസ്റ്റും ഇൻഷുറൻസും ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കോസ്റ്റൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് CIF വേഴ്സസ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ അല്ലെ സ്റ്റേഷൻസ് ആണ്. അത് ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെ. ഇപ്പൊ കോട്ടയത്ത് പോലും ICT ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇനി എയർപോർട്ടിലാണെങ്കിൽ നമുക്കറിയാം മിലിറ്ററിയിലെ എയർപോർട്ട് ഉണ്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്. ആക്ടിവിറ്റീസ് ഇൻ ദ എയർ സൈഡ് ആൻഡ് ലാൻഡ് സൈഡ് ഇസ് ഹാപ്പനിങ്. ഇനി സീ പോർട്ട്സ് ഇൻ ഇന്ത്യ ഒരുപക്ഷെ വിഴിഞ്ഞമൊന്നും വരുന്നതിന് മുമ്പുള്ള പടമാണ്. So you can see that how many seaports are available in. ഇനി ഒരു ഷിപ്മെന്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പേപ്പേഴ്സ്, ദാറ്റ് ഡോക്യുമെന്റേഷൻ ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിനെക്കുറിച്ച്
ഡീറ്റെയിൽ ആയിട്ട്. കാരണം എത്ര ആൾക്കാരാണ് ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ജോലിയിലും മികച്ച ശമ്പളത്തിലും ജോലി ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ജോബ്, ഇറ്റ് ഇസ്. അതുപോലെ ഡേഞ്ചറസ് കാർഗോ ഹാൻഡിൽ ചെയ്യുന്നു, DGR ഷിപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് അയാട്ടയുടെ നമുക്ക് ലഭിക്കണം. എനിക്കതുണ്ടായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ഈ ലൈസൻസ് എക്സ്പയർ ആകും, വീണ്ടും നമ്മൾ എഴുതിയെടുക്കണം. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻ കീപ് ചേഞ്ചിങ്. ഒരു പ്രാവശ്യം ഇപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 15-20 വർഷം കഴിഞ്ഞ് പിന്നെ റിന്യൂ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലല്ല. ഇത് 2 years കഴിയുമ്പോൾ DGR ലൈസൻസ് വിൽ എക്സ്പയർ ഓട്ടോമാറ്റിക്കലി. ദെൻ യു ആർ ടു റൈറ്റ് അനദർ വൺ. ഇപ്പം CA കാരൻ സൈൻ ചെയ്യുന്ന പോലെ പറ്റത്തില്ല. DGR കാരൻ വീണ്ടും അവൻ ടെസ്റ്റ് എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഹി ക്യാൻ സൈൻ ദ ഡോക്യുമെന്റ്. അപ്പൊ വളരെ വളരെ എന്താ പറയുന്നത്, പേയ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഈ DGR ഹാൻഡിൽ. എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകില്ല. പിന്നെ സ്റ്റെപ്സ് ടു ഇമ്പോർട്ട് ഗുഡ്സ് ആൻഡ് ഇൻ ഇന്ത്യ, സെർച്ച് ഫോർ ദ പ്രൊഡക്റ്റ്. അത് നമുക്ക് സപ്ലയേഴ്സിനെ കാണണം, കൊട്ടേഷൻസ് കിട്ടണം, ഫ്രൈറ്റ് ഫോർവേഡിനെ നോക്കണം, ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എന്ത് ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ബിൽ ഓഫ് ലേഡിംഗ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ബാങ്കുമായിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വലിയൊരു പ്രോസസ്സാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷന്റെ 95% ഇസ് ഹാപ്പനിങ് ഇൻ ത്രൂ സീ. എയറിൽ കൂടെയോ അല്ലെ ലാൻഡിൽ കൂടെ നടക്കുന്നത് വെറും 5% മാത്രമേ ഉള്ളൂ. മജോറിറ്റി ഓഫ് ദ കാർഗോ മൂവ്മെന്റ്സ് ഹാപ്പനിങ് ത്രൂ സീ അല്ലെങ്കിൽ വാട്ടർ. അപ്പൊ നിങ്ങളൊരു ഷിപ്മെന്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്ന് വെച്ചാൽ, മിനിമം യു നീഡ് ടു ഹാവ് എ ബിൽ ഓഫ് എൻട്രി അല്ല ബിൽ ഓഫ് ലേഡിംഗ്, അല്ലെങ്കിൽ എയർവേ ബിൽ വേണം, ഇൻവോയ്സ് വേണം, പാക്കിംഗ് ലിസ്റ്റ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തതാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം, സ്റ്റാമ്പ് ബൈ ദ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫ് ദാറ്റ് കൺട്രി. നമുക്ക് തീർച്ചയായിട്ടും എക്സ്പോർട്ട് ലൈസൻസ് വേണം കമ്പനിക്ക്, അതിന്റെ കോഡ് നമ്പർ വേണം. പിന്നെ പ്രത്യേക എക്യുപ്മെന്റ്സ് ആണെങ്കിൽ, പ്രത്യേക മെറ്റീരിയൽ ആണെങ്കിൽ പ്രത്യേക അനുമതി വേണമെന്നുണ്ടെങ്കിൽ, അത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കും. ഇപ്പം ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം വരുന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെ രജിസ്ട്രേഷൻ വരുന്നു എന്നുള്ളതാണ്. ഓവറോൾ റീക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ലാൻഡ് ആകാം, വാട്ടർ ആകാം, എയർ ആകാം, ബൈ റോഡ് ആകാം, റെയിൽ ആകാം, പൈപ്പ് ലൈൻ ആകാം. വാട്ടർ ആകുമ്പോൾ ഇൻലാൻഡ് നമ്മൾ പറഞ്ഞു, നദികള്, പുഴകള്. പിന്നെ ഓവർസീസ് ആകുമ്പോൾ തീർച്ചയായിട്ടും സമുദ്രങ്ങള്. എയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മൂവ്മെന്റ്സ് നടക്കുന്നത് ഇപ്പോൾ ഡൊമസ്റ്റിക് ആണ്. സ്പേസിനെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സംസാരിക്കാറായിട്ടില്ല. തീർച്ചയായിട്ടും അതിലും ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സ്കോപ്പ് ഉണ്ട്. കാരണം സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ ബൈ 2030 അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ലോജിസ്റ്റിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി, വാട്ട് ഇസ് ലോജിസ്റ്റിക്സ്. സപ്ലൈ ചെയിൻ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് പഠിച്ചു വന്നത്. ഇനിയും തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കൺസേൺസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സോ താങ്ക് യു സാർ. തീർച്ചയായിട്ടും സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഏരിയയില് വളരെയധികം കാര്യങ്ങൾ സാർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഷജിമത് സാർ. നല്ല ക്ലാസ്സായിരുന്നു സാറൊക്കെ, എല്ലാ പോയിന്റ്സും ക്ലിയർ ആയി, പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. താങ്ക് യു സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഈ സപ്ലൈ ചെയിന്റെ ലോജിസ്റ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഈസി ടു സ്റ്റാർട്ട് എ കമ്പനി. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു വാസ്റ്റ് ആയതുകൊണ്ട് ഏതേലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ വർക്ക് ആസ് എ ട്രാൻസ്പോർട്ടർ, യു ക്യാൻ വർക്ക് ആസ് എ വെയർഹൗസ് ഓപ്പറേറ്റർ, യു ക്യാൻ വർക്ക് ആസ് എ ഫോക്ലിഫ്റ്റ് സപ്ലയർ, അല്ലേ? വണ്ടി കൊടുക്കുന്ന സപ്ലയർ ആകാം, ഫോക്ലിഫ്റ്റ് കൊടുക്കുന്ന, ക്രെയിൻ ഓപ്പറേറ്റ് കൊടുക്കുന്ന, വാടകയ്ക്ക് കൊടുക്കുന്നവരാകാം,
പിന്നെ വെയർഹൗസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വെയർഹൗസ് നിങ്ങൾ ഒരു സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിന്റെ പാർട്ടാകാം. ഇനി ചിലരുണ്ടല്ലോ ക്ലിയറൻസ് മാത്രം ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ, ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അകത്ത് പോയി ഓഫീസേഴ്സിനെ ഒക്കെ കണ്ടിട്ട് ക്ലിയർ ചെയ്യുന്ന കാശ് വാങ്ങിച്ച് പോക്കറ്റ് വാങ്ങുന്നവരുണ്ട്. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ആശ്രയിച്ച് കോടിക്കണക്കിന് ആൾക്കാരാണ് ജീവിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈസി, ബട്ട് വൈ വി നീഡ് ടു ലേൺ ദിസ് വൺ? കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്നത് ലോജിസ്റ്റിക് ഹാൻഡിൽ ചെയ്യുന്നില്ല. പെരിഷബിൾ, നമ്മള് പെരിഷബിൾ ഗുഡ്സ്, അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ചെറിയ സ്റ്റാഫിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം റീഫർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റർ ചോക്ലേറ്റ് കൊണ്ടുവന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് വേണം കൊണ്ടുവരാൻ കണ്ടെയ്നറിനകത്ത്. അൺഫോർച്ചുനേറ്റ്ലി ഇൻസ്ട്രക്ഷൻസ് അയക്കാൻ മറന്നുപോയി. ഞങ്ങളുടെ ഭാഗ്യത്തിന് തണുപ്പുള്ള സമയത്തായിരുന്നു, ഡിസംബർ ജനുവരിയിലായിരുന്നു കണ്ടെയ്നർ വന്നത്. ദ ടെമ്പറേച്ചർ വാസ് സോ ഗുഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. പക്ഷെ ദർ വാസ് എ കംപ്ലൈന്റ്. പക്ഷെ ചൂട് സമയത്തായിരുന്നെങ്കിൽ, മെയ്യിലോ ഏപ്രിലോ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇടപാട് തന്നതിന് ചോക്ലേറ്റ് കൂടി അതുവഴി ഒഴിച്ചേനെ. സോ ഒത്തിരി ആക്സിഡന്റ്സ്, ഒത്തിരി ഇതിന്റെ പുറയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ് ലോഡ് ചെയ്യുന്ന സമയത്ത് വണ്ടിയൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മള് ഇൻസിഡന്റ്. അതുപോലെ ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ ഒരു കാർഗോ ആയിരുന്നു ദുബൈയിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഓവർ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് കണ്ടെയ്നർ, അതായത് ഹെവി കണ്ടെയ്നർ, ആക്ച്വലി നമുക്കൊരു 20 ഫീറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത് 26 മെട്രിക് ടൺ. ഓവർലോഡ് ചെയ്തു, അതായത് 32 മെട്രിക് ടണ്ണ് ലോഡ് ചെയ്തു. ടൈൽസ് ആയിരുന്നു. ആ ട്രെയിലറും ട്രക്കും കണ്ടെയ്നറും കൂടെ എനിക്ക് തോന്നുന്നു ഒരു നല്ല പൊക്കത്തിൽ നിന്ന് താഴെ വീണു. ഭാഗ്യത്തിന് ഈ ദുബൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓവർ ബ്രിഡ്ജിന്റെ അടിയിൽ റോഡുകളില്ല പലയിടത്തിലും. അതിന്റെ അടിയിൽ പൂന്തോട്ടങ്ങളൊക്കെയാണ്, ചെറിയ ഗാർഡൻസ് ഒക്കെയാണ്. ഭാഗ്യത്തിന് അതിലോട്ടാണ് വീണത്. അതുകൊണ്ട് ഡ്രൈവർ അന്നേരം ചാടിയോണ്ട് പുള്ളി രക്ഷപ്പെട്ടു. നമ്മുടെ കണ്ടെയ്നറും പോയി, ടൈൽസ് ആയിട്ട് കംപ്ലീറ്റ് ഗുഡ്സും പോയി, മുനിസിപ്പാലിറ്റി കേസായി, പോലീസ് കേസായി. Then we have to run with ഇതിനൊക്കെ ഇഷ്ടം പോലെ. അതായത് ചെറിയൊരു മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ, മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കണം. നമ്മൾ പരസ്യമൊക്കെ കണ്ടു, സിഗരറ്റ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് ഇന്ന് ലോജിസ്റ്റിക്സിന്റെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നല്ല ഡിപ്ലോമ ഉള്ളവർക്ക് ഹൈലി പെയ്ഡ് ആയിട്ട്, അല്ലാത്തവനൊക്കെ വെയർ ഹൗസിൽ കിടന്ന് വെയിൽ കൊള്ളാനേ പറ്റത്തുള്ളൂ. സോ നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് 10-12 രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയത്. ബിക്കോസ് ഇത് നമ്മൾ ലിമിറ്റ് ചെയ്തല്ലോ, നമ്മൾ ഓപ്പർച്യൂണിറ്റി അല്ലേ. പല രാജ്യങ്ങൾ പോയി ബിസിനസ് പിടിക്കണം. നമ്മളെ ചൈനയിലൊക്കെ എക്സിബിഷൻ അങ്ങ് വിടും കമ്പനി. ബിക്കോസ് യു ആർ ക്രിയേറ്റിംഗ് വാല്യൂ ടു ദ കമ്പനി. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നു, ദുബൈയിൽ വർക്ക് ചെയ്തു, അത്രയും വർഷം ദുബൈ വർക്ക് ചെയ്തു, തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പേഴ്സണൽ ട്രിപ്പ് ചെയ്യണം. പക്ഷെ ഇത് കമ്പനി പേ ചെയ്ത് നമ്മളെ വിടുന്നു. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് വാസ്റ്റ് ആണ്. പക്ഷെ യു നീഡ് ടു എക്സ്പ്ലോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല എയർപോർട്ടാണ്. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് 2030 ആകുമ്പോഴത്തേന് ഏകദേശം 20+ എയർപോർട്ട്സ് ആർ കമ്മിങ് ഓൾ ഓവർ ഇന്ത്യ. സീ പോർട്ട്സ്, അദാനിയുടെ ഇപ്പം വിഴിഞ്ഞം പോർട്ട് എക്സ്പാൻഷൻ റോഡിലാണ്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി എല്ലാം സപ്ലൈ ചെയിൻ ത്രൂ ആണ്. ഈവൻ ഫിനാൻസ് പോലും സപ്ലൈ ചെയിനിൽ കൂടെ പോവുകയാണ്. ഫിനാൻസിന് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, ഈ സപ്ലൈ ചെയിൻ പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട് വരികയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പം വലിയൊരു ഇതിലാണ്. അതുകൊണ്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് എറണാകുളത്ത് നടക്കുന്നത് IT-യിലും ലോജിസ്റ്റിക്സിലും. റോയ് സാർ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷെ ഞാൻ ധരിച്ചിരുന്നത് ഈ ഫാക്ടറിയിലൊക്കെ സെക്യൂരിറ്റി സർവീസ് പോലെ ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പോകുന്നതും മറ്റുമൊക്കെ നോക്കുകയും കണക്ട് ചെയ്യായിരുന്ന ധരിച്ചത്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒരാളെ
ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് വന്ന പുള്ളിയെ ഇപ്പം ഞാനിങ്ങനെ ലോജിസ്റ്റിക് ഫീൽഡിലാണ്, മാനേജ്മെന്റിലാണ് ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ വിവരം കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അത് കുറച്ചൊരു ചെറിയ ഐഡിയ കിട്ടി. ഇത് ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഭാഗവും ഈ സാറ് പറഞ്ഞ ഈ ചെയിൻ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെറിയ ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഇത്രമാത്രം നോളജ് വേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ പലരും ഇപ്പൊ ഉദാഹരണത്തിന് ചില കേസ് കെട്ടുകളൊന്നും സാധാരണക്കാർക്കൊന്നും അറിഞ്ഞു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മറ്റേ സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലുള്ള ഒരാളുടെ വിവാഹം ആലോചിക്കാനായിട്ട് ചെന്നപ്പോൾ ചില സെക്യൂരിറ്റി സൂപ്പർവൈസർ ആണ് എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ സെക്യൂരിറ്റി സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റിമാരെ നോക്കുന്ന ആളെന്നുള്ള ധാരണയാണ്. പക്ഷെ അത് മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഒരു കസിൻ പയ്യനാണ്, അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ബുക്കും അതിൻ്റെ ചില കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ പുതുതായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കിട്ടാനുള്ള സോഴ്സുകളും കുറവാണ്. പക്ഷെ ആ നിലയ്ക്ക് സുധീർ ചിരയൻ സാറിൻ്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് വളരെ വർത്തിയായ ഒരു ക്ലാസ്സാണ്. അത് തന്നെയല്ല, ഇത് സാധാരണക്കാരൻ തിരക്കേണ്ട കാര്യമില്ല, ആ വഴി പോകുന്നുമില്ല. അത് ഏതാണ്ടോ ജോലി എന്ന് പറഞ്ഞ് പോകുന്നുള്ളൂ. പക്ഷെ ഇത്രമാത്രം ഗൗരവമുള്ളതും ഇത്രമാത്രം പാടുള്ളതുമായ ഒരു പ്രൊഫഷനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാറിൻ്റെ ഈ ഒരൊറ്റ ഒരു മണിക്കൂറിലൂടെ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു കാര്യങ്ങൾ ഇതുപോലെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ പറ്റി എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ സാറിൻ്റെ ഈ ഫീൽഡിലുള്ള പ്രായോഗിക പരിജ്ഞാനവും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ സാർ, ഇതൊരു വളരെ വർത്തിയായ ഒരു ക്ലാസ്സാണ്. ഇതുപോലൊരു ക്ലാസ്സിന് അവസരം ഉണ്ടായത് തന്നെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോഡേൺ കാലഘട്ടങ്ങളിലെ കുട്ടികൾ എല്ലാം ചെറുപ്പക്കാരും ഒക്കെ പഠിക്കാൻ പോകുന്ന കോഴ്സുകളും ഒക്കെ ഒരു വിവരവും കിട്ടുന്നതല്ല. പക്ഷേ ഇതുപോലെയുള്ള ഐഡിയ കിട്ടുന്നത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. ഇത്രയും ഇതായിട്ട് സാറിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അത് പഠിക്കാനുള്ള ഭാഗങ്ങളല്ലെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാറിൻ്റെ എക്സാമ്പിൾസും എല്ലാം വളരെ ഭംഗിയായി. ഏതായാലും നല്ല ഒരു എന്തോ സംതിങ് വാല്യുബിൾ ആയിട്ടുള്ള എന്തോ നമ്മൾ കിട്ടിയതായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സാർ. സാർ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമുക്ക് ഈ സെക്യൂരിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണെങ്കിൽ പോലും ചെറുതെന്ന് പറഞ്ഞാൽ ആണെങ്കിൽ പോലും അതിന് ഒത്തിരി ഡെഡിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ മക്കളെ ഞാൻ ദുബൈയില് സ്കൂളില് പോകുന്ന സമയത്ത്, അപ്പം എനിക്ക് മൊബൈൽ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേരുടെ വണ്ടി വരുന്നത് എനിക്ക് മോണിറ്റർ ചെയ്യാം. ആപ്പുണ്ട്. ആപ്പ് നോക്കിയതിന് ശേഷം ആ സമയത്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് അടുത്ത താഴോട്ട് ഇറക്കി വിട്ടാൽ മതി പിള്ളേരെ. എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് വരുന്നതിന് മുമ്പ് 3/4 മണിക്കൂറൊക്കെ ട്രാഫിക് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കളക്ട് ചെയ്യാൻ സ്കൂളിൽ പോകാൻ നേരം വെക്കണം. എക്സാമ്പിൾ അപ്പം ട്രാക്ക് ചെയ്തേക്കാണ്. അപ്പൊ ട്രാക്ക് ചെയ്തതിന് ശേഷം ഞാനിത് നോക്കി കഴിഞ്ഞപ്പോൾ ബസ് വന്നപ്പോൾ പിള്ളേരെ അങ്ങോട്ട് കയറ്റിയതിനു ശേഷം ഒന്ന് തന്നെ അന്നേരം അവരുടെ കാർഡുണ്ട്, കാർഡിൽ സ്കാൻ ചെയ്തുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നു, യുവർ വാർഡ് ബോർഡ് ഇൻ അവർ ബസ്. ഉടനെ എനിക്ക് SMS വരും. അതിനുശേഷം ഈ ക്ലാസ് ഇതെന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാല് ദുബൈയിൽ ഒരു കൊച്ചിനെ, അതായത് ആ കുട്ടി ഉറങ്ങിപ്പോയി, ഡ്രൈവർ കണ്ടില്ല, അങ്ങനെ ആ കുട്ടി മരിച്ചു. അങ്ങനെ ഒരു സംഭവം ഇവിടെയൊക്കെ ഗൾഫിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ഒരു സംഭവം അവർ ഇംപ്ലിമെന്റ് ചെയ്തത്, വളരെ സക്സസ് ആയി. അതിനുശേഷം എന്താ, ഈ കുട്ടി എന്റെ മോന് 2 പേരും ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർ ടീച്ചർ സ്കാൻ ചെയ്യും, യെസ് ഫസ്റ്റ് പീരീഡ് എത്തി, ആള് ഫസ്റ്റ് പീരീഡ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്, ബിക്കോസ് ഇറ്റ് വാസ് സ്കാൻഡ്. അപ്പൊ ഒരു പേരന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ആശ്വാസമുണ്ട്, യെസ് എന്റെ കുട്ടി ഫസ്റ്റ് പീരീഡ് അറ്റൻഡ് ചെയ്തു.
സെക്കൻഡ് പീരീഡ് കഴിയുമ്പോൾ ടീച്ചർ വരുന്നു, വീണ്ടും സ്കാൻ ചെയ്യുന്നു, സെക്കൻഡ് പീരീഡ് യെസ് ആള് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഓരോ ഘട്ടത്തിലും ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക്സ് ടുഗദർ, ജോയിൻ ടുഗദർ, അപ്ഡേറ്റിംഗ് ദ കസ്റ്റമർ വെരി പോലെ. ഇപ്പൊ ഇതിനകത്ത് അപ്ഡേറ്റിംഗ് ദ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സ്കൂളിനെ സംബന്ധിച്ചുള്ള കസ്റ്റമർ ഇസ് മീ, അല്ലെ? കസ്റ്റമർ എന്ന് പറയുന്നത് കുട്ടിയല്ല, കുട്ടി ഈസ് എ കൺസ്യൂമർ. കൺസ്യൂം ചെയ്യുന്ന പുള്ളിയാണ്. കസ്റ്റമർ കാശ് മുടക്കുന്നത് ഞാനാണ്. ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർ ഞാനാണ്, അത് കൺസ്യൂം ചെയ്യുന്നത് എന്റെ മക്കളാണ്. അപ്പൊ കസ്റ്റമറും കൺസ്യൂമറും. സോ ഐ വിൽ ഫോക്കസ് ഓൺ ദ കസ്റ്റമർ ആൻഡ് ദ കൺസ്യൂമർ ആസ് വെൽ. കാരണം കൺസ്യൂമറിനെ നന്നായിട്ട് പഠിച്ചെങ്കിലേ കസ്റ്റമർ വിൽ ബി ഹാപ്പി. I will make the customer happy because I am sending your word is safe here. ഇതുപോലെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സോപ്പിലൊക്കെ RFID ഇട്ടിരുന്നു. RFID എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി ചിപ്പാണ്. ഈ ഒരു ലക്സിന്റെ ഒരു സോപ്പ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. ദേ വാണ്ടഡ് ടു നോ എത്ര പ്രാവശ്യം തേച്ച് കഴിഞ്ഞ് കുളിച്ചാലാണ് ഇത് കംപ്ലീറ്റ് തേഞ്ഞു പോകുന്നത്, അതിന്റെ ഡ്യൂറബിലിറ്റി, എത്ര നാള് ഒരു മനുഷ്യൻ ഒരു സോപ്പ് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ പല റിസർച്ചുകളും അതിന്റെ കൂടെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഫുഡിന്റെ ഏറ്റവും കൂടുതലുള്ള ഒരു സപ്ലൈ ചെയിൻ ഇതാണ്. നമ്മൾ വിചാരിക്കും ഹോട്ടൽ മാനേജ്മെന്റിന്റെ. ഞാൻ ഹോട്ടലിൽ ഇപ്പം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അവന് പ്രത്യേകം ശരിക്കും ഒരു മെസ്സാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രി. എന്തെങ്കിലും ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ ഹോട്ടലിന് എന്താ പറയുക, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവര് ഗ്രേഡ് കുറച്ച് റിവ്യൂ എടുത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഫെസിലിറ്റി മാനേജേഴ്സ് നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല. ഫെസിലിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ ഹൈലി പെയ്ഡ് ആണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഓൾ ദ ഫെസിലിറ്റീസ് ഫോർ ദ എൻറ്റയർ ഹോട്ടൽ. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ്. നേരത്തെ സപ്ലൈ ചെയിൻ മാനേജർ, അതായത് ഒരു ലോജിസ്റ്റിക് മാനേജർ ഉണ്ട്, അയാളെന്താ ഇന്ന് സപ്ലൈ ചെയിൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ദുബൈയിൽ ഒരു സപ്ലൈ ചെയിൻ മാനേജർ, ഒരു അഡിഡാസിന്റെയോ അല്ലെങ്കിൽ പെപ്സിയുടെ ഒരു സപ്ലൈ ചെയിൻ മാനേജർ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിൽ പുള്ളിക്ക് ഒരു ഏകദേശം മാസം ഒരു 15 ലക്ഷം രൂപ സാലറി. ഹൈലി പെയ്ഡ് ബിക്കോസ് പുള്ളിക്ക് ടെൻഷൻ. കാരണം പുള്ളി 2 or 3 മൊബൈലും കൊണ്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് ഹി ഹാസ് ടു മോണിറ്റർ എൻറ്റയർ തിങ്. സോ ഇത് ഒരു ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ആർട്ടാണ്, ഇതൊരു സയൻസ് ആണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ഈസി ആൻഡ് നമ്മൾ കസ്റ്റമറിനെ ഹാപ്പി. ഇപ്പൊ നമുക്ക് ടെക്നോളജി ഉള്ളത് കൊണ്ട് ഞാനിപ്പോ സംസാരിക്കുന്ന ഈ SMS ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊന്നും അല്ല. 17-ലും 16-ലും 18-ലും ഉള്ള കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. ഞാൻ ദുബൈയിലായിരുന്ന അന്നത്തെ സംഭവം പറയുന്നത്. നൗ പീപ്പിൾ, ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഉടൻ തന്നെ താങ്ക് യു ഫോർ യുവർ പർച്ചേസ്, പുതിയ ഐറ്റം വന്നു കഴിഞ്ഞാൽ SMS വരുന്നുണ്ട്. എവറിത്തിങ് ഈസ് അവൈലബിൾ. When the technology is available, use that. ഇപ്പൊ സാബു സാർ നമുക്കൊരു സെഷൻ എടുത്തായിരുന്നല്ലോ, PPT എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇത്രയും നാൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. So when the technology is available, use the technology for your skill development. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം മാം. സുദീപ് സാറ്, ഞാനൊരു 5-10 മിനിറ്റ് ലേറ്റ് ആയി തോന്നുന്നു കേറാൻ വേണ്ടിട്ട്. അന്നേരം തുടങ്ങിയതേ ഉള്ളൂ തോന്നുന്നു. ഒരു ഗസ്റ്റ് 2-3 ഗസ്റ്റ് ഇവിടെ വന്നിരുന്നു. സാബു സാർ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലെ എല്ലാ അറിവും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മുതിർന്നിട്ട്, കാരണം ഡോക്ടർ സാബു കേരളം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോ ഒരു സബ്ജക്റ്റ്, ഒരു ഇന്ന സബ്ജക്റ്റാന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ആ ക്ലാസ്സിൽ കയറിയിട്ട് ക്ലാസ്സിൽ നമ്മളും മനസ്സ് അതിൻ്റെ ഒന്നിച്ച് പോകുമ്പോഴാണ് ഇത് നമ്മൾക്കും കൂടി വേണ്ടുന്ന ഒരു അറിവാണെന്ന് മനസ്സിലാക്കുക. അത് പറയുമ്പോ ഇത് വിശാലമായിട്ടുള്ള സംഭവമാണ് സാറ് പറഞ്ഞ പോലെ. ഒരു മിനിറ്റ് സാർ, ഞാൻ ഫാൻ ഓഫ് ചെയ്യട്ടെ, സോറി. വിശാലമായിട്ടുള്ള സംഭവമാണ് സാറേ. കാരണം ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പോൾ സാർ ആദ്യം പറഞ്ഞ പോലെ 1960 അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ അത് വളരെയധികം എന്താ പറയേണ്ടത്, കുറെ പറഞ്ഞാൽ കുറെ എളുപ്പത്തിലാണ് ഇപ്പൊ സംഭവം. എളുപ്പത്തിലായാലും ഇതിന്റെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലുമാണ്.
അതുകൊണ്ടാണ് അത് ഇവിടുന്ന് അയച്ചിട്ട് എത്തുന്നത് വരെയുള്ള ഉത്തരവാദിത്തം. ഇപ്പൊ നമ്മളിപ്പം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 10 to 5, പിന്നെ അവിടെ ഫയലെല്ലാം വെച്ചിട്ട് വരാം. ഇതങ്ങനല്ല. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് അത് അവിടെ എത്തുന്നവരെ അവന് ഉത്തരവാദിത്തം. അല്ലാതെ അവർക്ക് റെസീറ്റ് കിട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല. സാറ് പറഞ്ഞ പോലെ കണ്ടെയ്നർ 20 എണ്ണേ എത്തിയുള്ളൂ എന്നെല്ലാം പറയുമ്പോ ആ ഉത്തരവാദിത്തം കൂടുതലാണ്. അതുപോലെ ജോലി സാധ്യത എന്ന് പറയുമ്പോ സാർ പറഞ്ഞു കുട്ടികളുടെ പ്ലേസ്മെന്റ് 36% പറഞ്ഞു. പിന്നെ ഇതിന്റെ പിന്നെന്താ ഇത് അത് എനിക്കൊന്ന് 36%. സാറ് പറയുന്ന 36 അല്ല, അതിലും കൂടുതലായിരിക്കും സാറേ. കാരണം ഇങ്ങനെയുള്ള ഈ പ്ലേസ്മെന്റ് എല്ലാം ഉണ്ടെന്നുള്ള ഈ ക്ലാസ് നമ്മളിപ്പോ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ സാറ് പോയിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ MBBS ആവണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നോ പോവാതെ ഇതിന് പോകും. കാരണം MBBS എഞ്ചിനീയറിംഗ് ഇത്രയൊന്നും സാലറി കിട്ടൂല, ഉറപ്പാണ്. കാരണം കുട്ടികള് മാത്രമല്ല, പാരന്റ്സും കൂടി മാറി ചിന്തിക്കേണ്ട സമയമാണിത്. അതിൽ തന്നെ ഇപ്പം സാറ് ട്രാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എൻ്റെ ഒരു അനുഭവം ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ വ്യാപാരി വ്യവസായിയിൽ കാഞ്ഞങ്ങാട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പോയിട്ടാകുമ്പോ അതിന്റെ അടുത്തൊരു ഹോസ്പിറ്റലാണ് സാറേ. അപ്പൊ മോള് UK ഉള്ളത്. അവിടെ പോയിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ അവള് ഓഫീസ് ടൈമിന് പിന്നെ പെട്ടെന്ന് വിളിക്കുകയാണ്, മമ്മി എവിടെയുള്ള ഹോസ്പിറ്റലാണോ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ഹോസ്പിറ്റലിന്റെ ഞാൻ ട്രാക്ക് ചെയ്യുമ്പോ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, ഞാനിവിടെ ഒരു സമ്മേളനത്തിന് വന്നതാണ്, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവള് വെച്ചു. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു കാര്യം ഞാൻ സാറ് പറഞ്ഞിട്ടാകുമ്പോ ഞാൻ കൂടുതൽ ചിന്തിച്ചത്, സാധാരണ ഇതിൽ സാറ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലൈസൻസ് എല്ലാം കൊടുത്താൽ 10 കൊല്ലം ഇങ്ങനെല്ലാം പുതുക്കുന്ന സംഭവം ഉണ്ടല്ലോ. കാരണം ഇത്രയും കാര്യങ്ങള് എന്താ പറയണ്ടേ, അത്രയും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നോണ്ടാണ് ഇത് 2 കൊല്ലത്തേക്ക് ലൈസൻസ് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ ഒരു ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈമോ അല്ലെങ്കിൽ 10 കൊല്ലം അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ ഇതങ്ങനല്ല. ഇതെന്ന് പറഞ്ഞാൽ പഠനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള സാധ്യതകളും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഹൈ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാം. അത് സപ്ലൈ ചെയിനകത്ത് എല്ലാം ഇല്ല, ഒരു പർട്ടിക്കുലർ സെഷന് മാത്രമേ ഉള്ളൂ. ഡേഞ്ചറസ് കാർഗോ, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അരാമെക്സ് എന്ന് പറഞ്ഞ കൊറിയർ കമ്പനി അറിയാമല്ലോ. അരാമെക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് കസ്റ്റമറിൽ നിന്ന് കിട്ടിയ ഒരു സാധനം എയർപോർട്ടിൽ നമ്മുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവച്ചതാണ്. അത് പൊട്ടിത്തെറിച്ചു. ബാറ്ററി എന്തോ ലീക്കായി പൊട്ടിത്തെറിച്ചു. അപ്പം സാധാരണ രീതിയിൽ നമ്മളൊരു ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂളിംഗ് പീരീഡ് എന്ന് പറഞ്ഞ സംഭവം 24 hours കഴിഞ്ഞ ശേഷമേ അവര് ഈ ഓപ്പൺ സ്പേസ് വിടും. അവിടുന്ന് അവര് ലോഡ് ചെയ്യുന്നത് ഈ ഓപ്പൺ സ്പേസ് വെച്ചാണ് എക്സ്പ്ലോർ ആയത്. എക്സ്പ്ലോർ ആയി കഴിഞ്ഞപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DGR ലൈസൻസ് ഉള്ള ആളെ പിടിച്ചോണ്ട് പോയി, ഓപ്പറേഷൻ ആളിനെ പിടിച്ചോണ്ട് പോയി, ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജറിനെ വിളിച്ചോണ്ട് പോയി. കാരണം ദേ ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. പിന്നെ അവിടെ ചെന്ന് നമ്മൾ ബോധിപ്പിച്ചു. കാരണം DGR നമ്മൾ ഡോക്യുമെന്റ് നോക്കിയാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് ശകലം ഒരു മൈനർ ആയിട്ടുള്ള പിഴ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയണം. പക്ഷെ ഇതിന് മാത്രമേ ഉള്ളൂ DGR വേണ്ടിയത്. ഡേഞ്ചറസ് ഗുഡ്സ്, ഇപ്പൊ ബാറ്ററി, അതുപോലെ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് DGR. അല്ലെങ്കിൽ ലൈസൻസ് വേണ്ട. അതെന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി വരുമ്പോൾ ഇവ പഠിച്ചിട്ട് വീണ്ടും എടുക്കണം. ആ ഒരു സീരിയസ്നെസ്സും അതുപോലെ ഈ ഒരു പ്രൊഫഷൻ ഹൈലി പെയ്ഡുമാണ്. ഇപ്പം പോർട്ടിന്റെ കാര്യം പറഞ്ഞില്ല, മെറൈനുമായിട്ട് ബന്ധപ്പെട്ട് പോർട്ടിൽ മാനേജ്മെന്റിൽ എന്തുമാത്രം ജോലി കിട്ടും. പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ദുബൈയിലെ എന്റെ ഒരു റിലേറ്റീവ് ആക്ച്വലി മറൈൻ എഞ്ചിനീയർ. പുള്ളിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ ഓഫ്ലോഡ് ചെയ്യുകയും കണ്ടെയ്നർ ലോഡ് ചെയ്യുകയും ചെയ്യുമല്ലോ കുറച്ച് കൊല്ലം. ഇനി പുള്ളിയുടെ ജോലി ഷിപ്പിന്റെ ബാലൻസ് നോക്കിയതിനു ശേഷം സർട്ടിഫൈ ചെയ്യുന്ന എഞ്ചിനീയർ. ഒന്നാലും ചെയ്യും ഷിപ്പിന്റെ ബാലൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഷിപ്പ് ബാലൻസ് ചെയ്തില്ലെങ്കിൽ മുങ്ങിപ്പോവും. അപ്പൊ അതും ഒരു പ്രൊഫഷൻ അല്ലേ? ഞാൻ ഞെട്ടിപ്പോയി, അങ്ങനെ ഒരു ആളുണ്ടോ ഷിപ്പിന്റെ ബാലൻസ് നോക്കാനും വേണ്ടി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇവിടെ തടിയുടെ വെയിറ്റ് നോക്കാനും ബാലൻസ് നോക്കാനും ഇവിടെ ഉണ്ടല്ലോ, വെയിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, തടി ലോറിയൊക്കെ പോകുന്ന പോലെ.
എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് എ സീരിയസ് തിങ്. പുള്ളി സൈൻ ചെയ്ത് പോയി നാളെ കപ്പലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈസ് റെസ്പോൺസിബിൾ. അപ്പം ഇങ്ങനെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന എത്രയോ മലയാളികൾ. ഞാൻ ഒരു കാര്യം, ഷാർജ എയർപോർട്ടിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത മാത്യു സാർ എന്ന് പറഞ്ഞാൽ, ഞാൻ YMCA പുള്ളി പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായിരുന്നു. ഇനി ഒരു മലയാളി ആ ഒരു ഡയറക്ടറായിട്ട് വരുമെന്ന് സംശയം തന്നെയാണ്. ഹൈലി ഷെയ്ഖമാരിരിക്കുന്ന പൊസിഷനിലാണ് ഇരുന്നത്. ആ ലെവല് വരെ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാർഗോ ഹാൻഡ്ലിംഗ്. അപ്പൊ നമ്മള് ഒരു പക്ഷേ ഇതൊക്കെ ഒരു ജോലി അല്ല എന്ന് ചിന്തിച്ച് ഇഗ്നോർ ചെയ്ത് പോകുന്ന എന്താ പറയുന്നത് പ്രൊഫഷനാണ് സപ്ലൈ ചെയിൻ, കാർഗോ മാനേജ്മെന്റ്. എന്താ പറയുക, ഇതെന്തൊക്കെ എന്തോ ചെയ്യാൻ, ഇതിനകത്തൊന്നും ഇല്ല, എനിക്ക് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അതൊക്കെ ഉള്ളൂ ചിന്ത. മാം പ്ലീസ്, സോറി, ഞാൻ അതിന്റെ ഇടയ്ക്ക് ആ കണ്ടന്റ് വന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, കുഴപ്പമില്ല സാറേ. അപ്പൊ അങ്ങനെ ലൈസൻസ് സാറ് പറഞ്ഞ പോലെ അത് അത്രയും ഉത്തരവാദിത്തമുള്ളതുണ്ട്. സാർ ഇപ്പൊ ഒരു എക്സാമ്പിൾ എല്ലാം പറഞ്ഞില്ലേ, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സാബു സാർ, കേൾക്കാവോ? ആ നമുക്ക് ഓക്കെ, ജോർജ് സാർ, പറയൂ. താങ്ക് യു സർ, താങ്ക് യു സാറേ. സുധീർ സാറേ, ആദ്യമേ നന്ദി, പ്രത്യേക അഭിനന്ദനം അറിയിക്കട്ടെ. ഈ ലോജിസ്റ്റിക്സ് ഇത്രമാത്രം വൈപുല്യമുള്ള അല്ലെ അതിസങ്കീർണമായ ഒരു മേഖലയാണെന്ന് ആദ്യമായിട്ടാണ് കേട്ടത്. ഞാനും കൊച്ചിയിൽ നാവൽ ബേസിൽ ജോലി ചെയ്യുമ്പോൾ ഈ പലരെയും ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. യാദൃശ്യമായിട്ട് ലോജിസ്റ്റിക്സ് ആണ് എന്നിങ്ങനെ പറയും. അതെന്നാ അത് ഈ ക്ലിയറിങ് ഏജന്റന്മാര് അങ്ങനെ അത് ഇത്, അല്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ്, ഇത്രയും കൊണ്ട് തീർന്നു നമ്മുടെ ആ വിവരം. പക്ഷെ ഇന്നങ്ങനല്ല, ഇത് എത്രയോ വലിയ മേഖല. അത് ഒരു ഫാക്ടറിയുടെ പ്രോസസ്സിങ് സാറ് പറഞ്ഞ പോലെ, ഇപ്പൊ കൃഷി ചെയ്യുന്ന കർഷകന്റെ അടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നിടത്തു നിന്ന് ഫൈനൽ പ്രൊഡക്റ്റായി വരുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഈ ചെയിൻ സിസ്റ്റം പോലെ എന്തുമാത്രം വൈപുല്യമാണ് ഇതിന്, എത്ര ബ്രാഞ്ചസ്, എന്തുമാത്രം ആ ശക്തി സമാഹരണമാണ് ഈ ഒറ്റ വാക്കിൽ ഒതുക്കിയിരിക്കുന്നത്. അത്ഭുതം തോന്നിപ്പോകുന്നു. അതിഗംഭീരം തന്നെ സാർ, സംശയമില്ല. പക്ഷെ ഇപ്പോൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഹൈസ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഭാവനയിൽ ഇതൊക്കെ എടുക്കാൻ പറ്റിയാൽ അവരുടെ ഭാവി നന്നായിരിക്കും. ഇതിപ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ തന്നെയും ടെക്നോളജി ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വൈസ് ചാൻസലർ ഒരു പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞു, അത് 15-ലാണെന്ന് തോന്നുന്നു, ഇയാൾക്ക് 10 മണിക്ക് ഒരു പ്രോഗ്രാമിന് തൃശ്ശൂർ എത്തണം. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ടാക്സി വന്ന് അതിനെ പോകുന്നത്, സമയം വൈകുന്നു. ഇയാൾ ഡ്രൈവറോട് അല്പം റഫായിട്ട് സംസാരിക്കുന്നു, ഡ്രൈവർ സ്പീഡ് കൂട്ടുന്നു, പെട്ടെന്ന് പിന്നെയും സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇയാൾ ഫോണിൽ എന്തോ സംസാരിക്കുന്നു. ഡ്രൈവർ ഒരല്പം നേരം ക്ഷമിച്ചു നിന്നിട്ട് ഇയാൾ ചോദിച്ചു, എൻ്റെ മീറ്റിംഗ് ടൈം അറിയാമല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നൊന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഈ ഡ്രൈവർ പറയുകയാണ്, സർ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞ് ഓണർ വിളിച്ചു, ഞാൻ ഓവർ സ്പീഡല്ല, സാറിനിങ്ങനെ എത്തേണ്ടതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് ഇട്ട് ഫോൺ ചെയ്തത്. അതായത് ഗ്ലോബൽ പൊസിഷൻ GPS വഴി ആ ഓണർ വിളിച്ചു, വണ്ടിയുടെ ഓണർ വിളിച്ചു, നീ ഓവർ സ്പീഡിലാണ് വണ്ടി പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യണേ? അപ്പം ഞാൻ എന്നാലും സാറിൻ്റെ അത്യാവശ്യത്തെ പറ്റി മാത്രമേ പറഞ്ഞോളൂ, വേറെ ഫോണിലൊന്നും ചാറ്റിങ്ങൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് അയാൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക. അപ്പോൾ ടെക്നോളജിയുടെ ആ വളർച്ചയെക്കുറിച്ച് സാറിൻ്റെ ക്ലാസ് കുറച്ച് അറിവുകൾ തന്നു. ഒത്തിരി സന്തോഷം, നന്ദി വീണ്ടും അറിയിക്കുക. താങ്ക് യു സർ. താങ്ക് യു സാർ. ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ വിസിറ്റുകൾ, സ്റ്റുഡൻസിനെ പോർട്ട് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകണം, ഷിപ്പ് കാണാൻ കൊണ്ടുപോകണം. ഞാൻ കഴിഞ്ഞ ദിവസം സിയാലിലെ ട്രെയിനിങ് മാനേജർ ബാബുരാജ് സാറുമായിട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് സംസാരിച്ചേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് പറയായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരികയാണെങ്കിൽ നല്ലതാണെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, ശരിയാ, തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ CMS കോളേജിലെ സ്റ്റുഡൻസിനെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പെയ്ഡ് ആണ്. അപ്പൊ എത്ര പേര് പേ ചെയ്ത് വരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എയർപോർട്ടും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം
നമ്മളെല്ലാം ഇപ്പൊ ഞാൻ ദുബൈയിൽ പോയ വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതുവഴി, അല്ലെങ്കിൽ നമ്മളെല്ലാം എയർപോർട്ട് യാത്ര ചെയ്തതാണെങ്കിൽ നമ്മൾ എയർപോർട്ട് മാത്രമേ കാണുന്നുള്ളൂ, ടിക്കറ്റ് ബുക്കിംഗ്. അതിന്റെ അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോ ആ കണ്ണാടി കൂടിക്കകത്തൂടെ ആരെങ്കിലും ലോഡ് ചെയ്യുന്നൊക്കെ കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇൻസൈഡ് നമുക്ക് അറിയത്തില്ല. ഈ കാർഗോ പഠിക്കണമെന്ന് താല്പര്യമുള്ളവന് തീർച്ചയായും ഇങ്ങനെയുള്ള വിസിറ്റുകൾ ഈവൻ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് അതാണ് വിളിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെയുള്ള നിർബന്ധമായ ഈ ഫാക്ടറി വിസിറ്റുകൾ, ഒരു എന്താ പറയുന്നത്, ഈ ഖാദിയിലൊക്കെ ശരിക്കും ഗവൺമെന്റിലൊക്കെ ടൈറ്റ് എന്താ പറയുന്ന കെമിക്കൽ ഫാക്ടറികൾ, അല്ലെങ്കിൽ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന മോഡേൺ ബ്രെഡ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയുള്ള വിസിറ്റുകളൊക്കെ ഞാൻ ഇപ്പം പിള്ളേരോട് ചോദിച്ചാൽ അതൊന്നും ഇല്ല, സ്കൂളുകളിലില്ല. പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മോഡേൺ ബ്രെഡ് കാണാൻ പോയതൊക്കെ. അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗം കൂടി ആയിരുന്നു അതൊക്കെ. അതെ അതെ അല്ലെ പറഞ്ഞത്, ഇതൊക്കെ ഒരു പിള്ളേർക്കൊരു വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതിലൂടെ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ബ്രെഡ് എങ്ങനെയാണ് ഇതുണ്ടാക്കി വരുന്നതെന്നുള്ളതും അവർക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് അവര് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കും. സാറേ, ഇത് പറഞ്ഞപ്പോ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു LTC പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു 5-6 പിള്ളേര് ഇതേപോലെ ഹൈസ്കൂള് +2 ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ ഫ്ലൈറ്റിൽ വെച്ച് ഒരു എയർ ഹോസ്റ്റസ് അല്ല, മറ്റൊരാളുണ്ടല്ലോ, അയാളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ കുറച്ച് 4-5 പിള്ളേരുണ്ട്, അവർക്ക് ആ ക്രൂ ക്യാബിനൊന്ന് കാണാൻ പറ്റുമോ, പൈലറ്റിന്റെ ക്യാബിൻ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും വെച്ച്. അയാൾ പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ ക്യാപ്റ്റനോട്, അയാൾ ചിലപ്പോൾ സമ്മതിക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസിൽ ലാൻഡ് ചെയ്തപ്പോൾ, ഞങ്ങൾ കൽക്കത്തയിൽ നിന്ന് പോരുന്ന വഴിയല്ല ചോദിച്ച്, മദ്രാസിൽ ലാൻഡ് ചെയ്തപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, പിള്ളേർ വിളിച്ചോ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ കാണാൻ പറ്റും. ആ കണ്ടതിൽ ഒരുത്തൻ അവിടുന്ന് തന്നെ അവനോട്ട് പേരൻസിനെ നിർബന്ധിച്ചു. അവൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഉക്രൈനിൽ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ഹയർ സ്റ്റഡീസിന് ജർമ്മനി പോയി ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ ഹൈലി പേ വാങ്ങുന്ന ഒരു പൊസിഷനിലാണ്. സാറ് പറഞ്ഞപ്പോൾ ഞാനിതെങ്ങനെ ഓർത്തു പോയി ആ കഥകൾ. ഒരാൾ മാത്രമേ അങ്ങനെ പോയുള്ളൂ. സാറ് പറഞ്ഞ പോലെ ഒത്തിരി സംരംഭകർ അങ്ങനെ ആയിരിക്കും, ഒരു പ്രചോദനം ഉണ്ടാകും. അത് കണ്ടതിന് ശേഷം എനിക്കും ഇന്ന ആളാകണം, അല്ലെ ഇന്ന രീതിയിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാബു സാർ. എന്നാ നമുക്ക് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊരു